ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. എഞ്ചിനീയറിംഗ് മോഡ്യൂൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ ഇതിൽ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്റർ എന്ന് പറയുന്നുണ്ട് നോക്കാം കേട്ടോ. ഫിസിക്കൽ വേൾഡ് ഉണ്ട്, യൂണിറ്റ്സ് മെഷർമെൻറ്റ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ. ഇത്രയും ചാപ്റ്ററാണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so we are starting with the first question. Okay, two quantities A and B have two quantities. Hello page ade ellathil oru page ade ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, two quantities A and B have different dimensions which mathematical operation give below physically meaningful. ഓക്കെ, അപ്പോൾ അതായത് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ആ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഓപ്പറേഷൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന ഫണ്ടമെന്റൽ ആണ്. ഇത് നോക്കി ആൻസർ ചെയ്യാനും പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മീനിങ് ഫുൾ ആയിട്ടുള്ളതെന്നാണ്.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയും രണ്ടിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അതായത് യു കനോട്ട് ആഡ് ടൈം വിത്ത് വെലോസിറ്റിയും ടൈമും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ടൈമും വെലോസിറ്റിയും ആയിരിക്കും. യു ക്യാൻ ആഡ് ലൈക്ക് ദിസ് വി ഈക്വൽ ടു യു പ്ലസ് 80. അതിൽ 80ന്റെ ഡയമെൻഷൻ യുവിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. ശരിയല്ലേ? അതായത് ആഡ് ചെയ്താണ് സബ്ട്രാക്ട് ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് പറ്റില്ല. സോ ദിസ് ഇസ് നോട്ട് മീനിങ് ഫുൾ. ഓക്കെ, സോ പിന്നുള്ളത് എ ഈക്വൽ ടു ബി ആ. അപ്പോൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ അല്ലല്ലോ, ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ എന്തായാലും ഈക്വൽ ആണെന്ന് അത് പറയുന്നത് ഓപ്ഷൻ ഡി. അപ്പോൾ ഇത് റോങ് ആണ്. സോ വിച്ച് ഓപ്ഷൻ? എ. ഇഫ് ദിസ് ഇസ് എ ബി, ദിസ് ഇസ് ഓൾസോ മീനിങ് ഫുൾ. എ ബി ഉണ്ടായിരുന്നെങ്കിൽ അതും കറക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇവിടെ എ ബി ഇല്ല, എ ബൈ ബി മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? Okay, fine. I'm moving to question number 2. In a new system of units called as star unit, 1 kilogram star gives 10 kilogram. 1 meter star gives 1 kilogram. So 1 meter, 1 kilometer. And 1 second star is 1 minute. What will be the value of 1 joule in a new system? Okay. Option A 2.4 into 10 raised to minus 5 joule star. Option B 3.6 10 raised to minus 4 joule star. Option C 4.2 into 10 raised to minus 3 joule star. Option D 4.2 into 10 raised to minus 2 joule star. ഓക്കെ, നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നുണ്ടാവും ഈ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്. ശരിക്കും നിങ്ങൾക്ക് നേരിട്ട് അത് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ചിലപ്പോൾ ഇതായിരിക്കും. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. n2/n1 is equal to m1/m2 all raised to a, correct? And then L1/L2 all raised to b and T1/T2 all raised to c. ക്ലിയർ? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ്. ഇവിടെ ഫസ്റ്റ് യൂണിറ്റ് തന്നിരിക്കുന്ന യൂണിറ്റ് എന്തിനാ? 1 ജൂൾ. വാല്യൂ ഓഫ് 1 ജൂൾ. അത് എസ് ഐ സിസ്റ്റം തന്നിരിക്കുന്നത്. 1 ജൂൾ എന്ന് പറയുമ്പോൾ എസ് ഐ സിസ്റ്റം അല്ല, അത് ന്യൂ സിസ്റ്റത്തിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? വാല്യൂ ഓഫ് 1 ജൂൾ. അപ്പോൾ എസ് ഐ സിസ്റ്റം ആണ് നിങ്ങൾ ഫസ്റ്റ് സിസ്റ്റം. അപ്പോൾ എസ് ഐ സിസ്റ്റം നിങ്ങളെ സ്റ്റാർ സിസ്റ്റം ഇതാണ്. ഓക്കെ, എസ് ഐ സിസ്റ്റത്തിൽ മാസിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് 1 ആണ് കേട്ടോ. സോ ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. ഓക്കെ, സോ 1ൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്താ മാസ്, പിന്നെ 1 കിലോഗ്രാം ആണ്. നമ്മൾ സാധാരണ 1 കിലോഗ്രാം ആണ്. ഇവിടെ 1 കിലോഗ്രാം അല്ല, സ്റ്റാർ ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 10 കിലോഗ്രാം. ക്ലിയർ? സോ 1 കിലോഗ്രാം ഇവിടെ 1 മീറ്റർ ആണ്, പക്ഷേ ഇവിടെ 1 കിലോമീറ്റർ ആണ്. ശരിയല്ലേ? 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ വരും കേട്ടോ. ഞാൻ 1000 മീറ്റർ എഴുതുന്നുണ്ട്. 1000 മീറ്റർ ആൻഡ് ഹിയർ 1 സെക്കൻഡ് ദിസ് ഇസ് 60 സെക്കൻഡ്. ഓക്കെ, അപ്പം ഇത് M1 ആണ് കേട്ടോ. ഇത് M1, ഇത് M2, ഇത് M1, M1, L1, T1, M2, L2, T2. ഇതാണ് വാല്യൂസ് കേട്ടോ. ജൂൾ എന്ന് പറയുമ്പം എന്തിൻ്റെ എനർജീൻ്റെ അല്ല, എനർജീൻ്റെ ഡയമെൻഷൻ എന്താ? ml² T raised to -2. ഇതാണ് ഡയമെൻഷൻ. അപ്പോൾ എ ബി പവർ മനസ്സിലായല്ലോ. N2 അറിയില്ല, N1 1 ജൂൾ ഈക്വൽ ടു M1 എന്ന് പറയുമ്പോൾ SI സിസ്റ്റം 1 കേട്ടോ. 1/10 അല്ലേ വരിക? 1/10 all raised to 1. ഓക്കെ, ദെൻ 1/1000 all raised to 1/1000 all raised to b ഏതാ? ബിൻ്റെ അത് 2 വരും. കറക്റ്റ് അല്ലേ? സോ ദിസ് ഇസ് 2 and T1/T2 is 1/60 all raised to c. C is how much? -2. Clear? Okay, fine. This become n2 1 joule. അവിടെ നിന്നോട് 1 എന്നല്ല ആൻസർ. ഇപ്പോൾ ജൂൾ വെച്ച് ആൻസർ ചെയ്യാം. n2 ഈക്വൽ ടു എടാ 1/10 അങ്ങനെ നിൽക്കട്ടെ. 1/1000 സ്ക്വയർ വരും. 1/1000 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 raised to 3ൻ്റെ സ്ക്വയർ. 10 raised to 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 raised to 6. ഇത് നേരെ മുകളിൽ പോകും. 60 into 60 കറക്റ്റ് അല്ലേ? 60ൽ 2 zeros ഇല്ലല്ലേ? 2 zeros ഒരു 0 കട്ടായി, ഒരു 0 ഇവിടെ നിന്ന് കട്ടായി 5. ബാക്കി ഇവിടെ 6 into 6 36 ഉണ്ട്. 36 into 10 raised to മുകളിൽ പോയാൽ -5 വരും. ശരിയല്ലേ? 36 into 10 raised to -5 ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 36 into അല്ല, ഇവിടെ 3.6 ആ. ഓക്കെ, ഫൈൻ. ഒരു 3 ഇപ്പുറത്തെ എടുക്ക്. സോ ഇറ്റ് ബിക്കം 3.6 into 10 raised to -4. കറക്റ്റ് അല്ലേ? ക്ലിയർ? ഒരു 10 raised to -1 ഞാനും കൂടെ എടുത്ത്. അപ്പോൾ 3.6 എടുത്ത്. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 3.6 into 10 raised to -4 ജൂൾ സ്റ്റാർ. ക്ലിയർ അല്ലേ? ഐഡിയ ക്ലിയർ? ഓക്കെ, then moving to question number 3. The expression ml raised to -1 t raised to -2 does not represent എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതല്ലാന്ന്? ഓപ്ഷൻ എ പ്രഷർ, ഓപ്ഷൻ ബി പവർ, ഓപ്ഷൻ സി സ്ട്രെസ്, ഓപ്ഷൻ ഡി യങ്സ് മോഡുലസ്. ഇത് നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചവർക്ക് വേഗം മനസ്സിലാവും. കാരണം പ്രഷർ, സ്ട്രെസ്, യങ്സ് മോഡുലസ് ഇതിന് മൂന്നിനും സെയിം ഡയമെൻഷനാണ്. അതാണ് ഈ വാല്യൂ. എടാ F/A, എടാ F/A. എഫ് എന്താ?
എം എൽ ടി റേസ് ടു മൈനസ് 2 ബൈ എൽ സ്ക്വയർ ക്യാൻസൽ എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 കറക്റ്റ്. സോ ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ പവറിൻ്റെ ശരിക്കും എന്താ വരിക? പവർ എന്താ? പവർ പി ഈക്വൽ ടു എഫ് ബൈ പവർ പി ഈക്വൽ ടു ഫോഴ്സിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ വർക്ക് എനർജി ബൈ ഫോഴ്സിൻ്റെ വെലോസിറ്റി ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഫോഴ്സ് എന്താ? എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് 1. സോ ഇറ്റ്സ് ബിക്കം എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 3. ക്ലിയർ? സോ ദിസ് ഈസ് ദ പവറിൻ്റെ വരും കേട്ടോ. പക്ഷേ ഇവിടെ ഞാനിത് ചെയ്തെന്നുള്ളൂ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ദിസ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് പവർ. ക്ലിയർ? Okay, fine. Then moving to question number 4. The velocity v of a particle at a time t is given by v equal to at plus b by t plus c. The dimensions of a, b, c are respectively option A lt raised to minus 2 lt, then option B l square t lt raised to minus 2 lt square, sorry. Option C lt square lt and l. Option D l lt and t square. ഓക്കെ, ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു എന്താ ഇക്വേഷൻ വായിച്ചേ? വി ഈക്വൽ ടു എ ടി പ്ലസ് ബി ബൈ ടി പ്ലസ് സി. എടാ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വി ഈക്വൽ ടു എ ടി പ്ലസ് ബി ബൈ സി അല്ലേ? അതിൽ എ ടി പ്ലസ് ബി ബൈ സി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷനും സെയിം ആവണം. അതിൻ്റെ മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൽ ടീനെ സീനോട് കൂട്ടണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. ടീനെ സീനോട് കൂട്ടണമെങ്കിൽ ടീൻ്റെ ഡയമെൻഷനും സീൻ്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആവണ്ടേ? അതായത് ഒരു സംശയം വേണ്ട, സീൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വലാണ്? So dimension of C is equal to dimension of T itself. So it is equal to T. ലാസ്റ്റ് ഓപ്ഷൻ ടി ഉള്ള ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. എ ബി സി ഇതാ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ എ. ഇത് കണ്ട, ഇത് ഓർഡറിലാണെങ്കിൽ ഓർഡറിൽ തന്നെ പറയാം റെസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത് ശരിയല്ലേ? അതായത് നമ്മുടെ ആൻസർ എന്താ വരിക? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ വരും. ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിൽ എൻ്റെ ഡയമെൻഷൻ ചോദിച്ചു. എൻ്റെ ഡയമെൻഷൻ എന്താന്ന് അതിൽ ബീൻ്റെ ഡയമെൻഷൻ നോക്കി പറയാം അല്ലേ? ബീൻ്റെ ഡയമെൻഷൻ എന്താ? എടാ ഇതിൻ്റെത് ടീൻ്റെ ആണ്, ഇത് ഉറപ്പായിട്ടും അല്ലല്ലേ? കാരണം എൽ ടി റേസ് ടു മൈനസ് 1 അല്ല. അപ്പോൾ ബീൻ്റെതല്ല. അപ്പോൾ ബീൻ്റെ അല്ല കറക്റ്റാണ്. എല്ലും ടിയും വരും. ക്ലിയർ? ഇനി വേണമെങ്കിൽ സ്മോൾ എൻ്റെയും പറയാം. സ്മോൾ ആക്സലേഷൻ അല്ല കേട്ടോ, ഇതൊരു കോൺസ്റ്റൻ്റാണ്. ആക്സലേഷൻ അത് ശരിക്കും ആക്സലേഷൻ തന്നെയാണ് വരിക. കാരണം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു എൽ ചെയ്താലല്ലേ എൽ ടി റേസ് ടു മൈനസ് 1 കിട്ടുക. സോ ദിസ് ഇസ് സിമിലർ ടു ആക്സലേഷൻ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? ക്ലിയർ? ഓക്കെ. Then I'm moving to question number 5. Question number 5. The quantity x is given by epsilon 0 L delta V by delta T, where epsilon 0 is the permittivity of free space, L is the length, delta V is the potential difference, and delta T is the time interval. The dimensional formula for x is same as that of option A electrical resistance, option B electrical charge, option C electrical voltage, option D electrical current. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അതുപോലെ ചെയ്ത് നോക്കിയാം. എപ്സിലോൺ 0 എൽ ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അതിൽ ഓരോ ടൈമും പറയണേ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി. അതിനെ നമുക്കറിയാം. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി? ഡയമെൻഷൻ ഓഫ് പെർമിറ്റിവിറ്റി ഈസ് എം റേസ് ടു മൈനസ് 1 എൽ റേസ് ടു മൈനസ് 3 ടി റേസ് ടു 4 എ സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ. എൽ എന്ന് പറയുമ്പോൾ എൽ എന്താ? ഇൻഡക്റ്റൻസ് ആണോ? അല്ല, ലെങ്ത് ആണ്. എൽ ലെങ്ത് ആണ്. ഡെൽറ്റ വി എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഡെൽറ്റ ടി ടൈമാണ്. ഓക്കെ. പൊട്ടൻഷ്യൽ എന്താ പറഞ്ഞത്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ് പൊട്ടൻഷ്യൽ. ചാർജിൻ്റെ എന്താ? ചാർജ് എന്ന് പറഞ്ഞാൽ പിന്നെ കറണ്ട് ഇൻറ്റു ടൈം. കറണ്ട് ഐസിക്കൽ ക്യൂ ബൈ ടി. ഇപ്പോൾ കറണ്ട് ഇൻറ്റു ടൈം ചെയ്താൽ ഈ ചാർജ്. ഓക്കെ, നമുക്ക് ഓരോ പേര് കൊടുക്കാം. സോ എപ്സിലോൺ 0 കൊടുക്കട്ടെ. എം റേസ് ടു മൈനസ് 1 എൽ റേസ് ടു മൈനസ് 3 ടി റേസ് ടു 4 എ സ്ക്വയർ ഇൻറ്റു ലെങ്ത്തിന് എൽ. പൊട്ടൻഷ്യൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. അവിടെ വർക്കിൻ്റെ എന്താ? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 വർക്ക് ബൈ ചാർജ്. ചാർജിൻ്റെ എന്താ? ചാർജിൻ്റെത് കറണ്ട് ഐ ആംബിയർ ഇൻറ്റു ടൈം ടി. 2 ടി ഉണ്ട്. അപ്പോൾ ടി സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഇപ്പോൾ ഓരോന്നോരോന്നേരം ക്യാൻസൽ ചെയ്യാം. തുടങ്ങല്ലേ? എം റേസ് ടു മൈനസ് 1ഉം എമ്മും ക്യാൻസൽ ആവും. അപ്പോൾ എമ്മിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ. മുകളിൽ എ സ്ക്വയറും താഴെ എ ഉണ്ട്. ഓക്കെ, ഒരു എ ബാക്കി ഉണ്ടാവും. ഓക്കെ, ഫൈൻ. എൽ റേസ് ടു മൈനസ് 3ഉം എൽ സ്ക്വയറും. എൽ റേസ് ടു മൈനസ് 3ഉം എല്ലും എൽ സ്ക്വയറും ഫുള്ള് ക്യാൻസൽ ആവും. സോ ക്യാൻസൽ ഓൾ ദിസ്. ടി റേസ് ടു 4 ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു 2 മുകളിൽ പോയാൽ ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു
2 ടി റേസ് ടു -4 ടി റേസ് ടു 4 ക്യാൻസൽ. സോ ഒക്കെ പോയല്ലോ. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എ മാത്രം. സോ ആൻസർ ഈസ് എ. എ മീൻസ് ആംബിയർ, കറണ്ട്. അപ്പം കറണ്ടിൻ്റെ ഡയമെൻഷൻ ഉള്ളത് വിച്ച് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. Okay, then moving to question number 6. Okay. In a simple pendulum experiment, the maximum percentage error in the measurement of length is 2%, and that in the observation of time period is 3%. Then the maximum percentage error in the determination of the acceleration due to gravity g is option A 5%, option B 6%, option C 7%, option D 8%. ആ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് പറയടാ. പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 2π × √L/g. നമുക്ക് ജീൻ്റെ അല്ല കണ്ട് ഡിറ്റർമിനേഷൻ ജീൻ്റെ കണ്ട് ജി. അപ്പോൾ നമ്മൾ എന്തിനാണ് ജി ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ ഫോർമാറ്റിലാക്കണം. സ്ക്വയർ ഈ രണ്ട് സൈഡിലും. സോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π² × L/g. ശരിയല്ലേ? L/g. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം എഴുതാം. സോ വാട്ട് ഈസ് അവർ ടേം? ജി ഈസ് 4π² × L/t². ക്ലിയർ? സോ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് ΔG/g? സോ ΔG/g ഈസ് ഈക്വൽ ടു ΔL/L പ്ലസ് 2 × ΔT/t. ശരിയല്ലേ? അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറ. ΔL/L തന്നിട്ടുണ്ട് 2%. ΔL/L ഈസ് 2%. ΔT/t 3%. ΔT/t is 3%. Okay. ΔL/L 2%. പെർസെൻറ്റേജ് ആട്ടോ. അപ്പോൾ ഇൻറ്റു 100 ചെയ്താൽ മതി. ഒക്കെ പെർസെൻറ്റേജ് ആവും. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്താൽ അങ്ങ് പെർസെൻറ്റേജ് എറർ കിട്ടൂലേ? സെയിം ഐഡിയ. അപ്പോൾ ΔL/L എത്രയാണ്? ΔL/L ഈസ് 2%. 2 + 2 ഇൻറ്റു ΔT/t ഈസ് 3%. 3. സോ 2 + 6. 3 × 2 6 അല്ലേ വരിക? So it become 6 + 2 8%. 8% ഇല്ലേ നോക്കാം ഓപ്ഷനിൽ. സോ ആൻസർ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. എ സ്റ്റുഡൻറ്റ് ഹാസ് മെഷേർഡ് ദ ലെങ്ത് ഓഫ് എ വയർ ഈസ് ഈക്വൽ ടു 0.044580 meter. Then this value of length as a number of significance is equal to option A 5, B 4, C 6, D none of these. അതിലിടാ നമ്പർ എന്താ? 0.0450 മീറ്റർ. എടാ ഇതില്ലേ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എണ്ണി നോക്കിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ സീറോ. നമ്മുടെ റൂൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? ഈ നോൺ സീറോ ഡിജിറ്റുകളൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ട്രയൽ ചെയ്യുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമലിന് മുന്നേ ആയാലും അതിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്താലും എൻഡ് ചെയ്താലും ഡെസിമൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ എപ്പോഴും നോൺ സീറോയിൽ തുടങ്ങണം. ആ ഡെസിമലിനെ മൈൻഡ് ചെയ്യരുത്. ഡെസിമൽ മൈൻഡ് ചെയ്യപ്പോഴാണെന്ന് വെച്ചാൽ ഡെസിമലിന് ശേഷം സീറോസ് വന്നാൽ എൻഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനിടയിലുള്ള എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ? ഈ സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അതെന്താ? അത് എൻഡിങ് സീറോയാണ്. അത് മാത്രമല്ല ഇവിടെ മീറ്റർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4. സോ ആൻസർ ഈസ് 4. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓക്കെ. ഈസി. ഓക്കെ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ Okay. Then moving to question number 8. 8ലേക്ക് പോകാം നമുക്ക്. Question number 8. Okay. A student performs an experiment for determination of G 4π² L/t² where L equal to 1 meter and commits the error of delta L for T. He takes time for n oscillation with the stopwatch of least count of delta T, and he commit a human error of 0.1 second. Which of the following data the measurement of G is most accurate? അതായത് മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ എറർ ഏറ്റവും കുറവുള്ള ഏതാണ്? എടാ എറർ ഏറ്റവും കുറവുള്ള എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ഓസിലേഷൻസ് നിങ്ങൾ നോക്കണ്ട.
നമ്പർ ഓഫ് ഓസിലേഷൻസ് നോക്കണ്ട. കാരണം ഇപ്പം പിന്നെ n ഓസിലേഷന് വേണ്ട ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ്റെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ? സോ ഫോർ ഒരു ഓസിലേഷൻ്റെ ടൈം എന്താ എടുക്കുക വരിക? 10/n അല്ലേ? ബട്ട് ഇഫ് യു കാൽക്കുലേറ്റ് ദ ഡെൽറ്റ ടി ബൈ ടി, സോ ദിസ് വിൽ ബി നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ല, ഇതിൽ എത്രയാണ് നിങ്ങളുടെ ടൈം കിട്ടിയത്? ഡെൽറ്റ ടി ബൈ ലിസൺ. സംഭവം അത്രയേ ഉള്ളൂ. അതായത് n ഓസിലേഷന് ടി ടൈം വേണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷന് എത്ര ടൈം വേണം? ടി ബൈ എൻ. ഇതല്ലേ ക്യാപിറ്റൽ ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ബൈ ടി എന്താ? ഡെൽറ്റ ടി ബൈ ടി ഇസ് ഡെൽറ്റ ടി ബൈ ടി ഇറ്റ് സെൽഫ്. ഡെൽറ്റ സ്മോൾ ടി ബൈ ടി. കാരണം n കോൺസ്റ്റന്റ് അല്ലേ, ഡെറിവേറ്റീവ് എടുത്താൽ അതിൻ്റെ പിന്നെ റേഷ്യോ എടുത്താൽ അത് കട്ടായി പോകും, ശരിയല്ലേ? അപ്പോൾ ഡെൽറ്റ ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബൈ ടി തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് നേരിട്ട് എടുത്താൽ ഈ നമ്പർ ഓഫ് ഓസിലേഷൻസ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഇനി നിങ്ങൾ പറ പിന്നെ എന്താ നമ്മൾ ഇക്വേഷൻ? ഡെൽറ്റ നമ്മൾ തൊട്ട് മുൻപ് എഴുതിയതാണ്. ഡെൽറ്റ ജി ബൈ ജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ, ശരിയല്ലേ? ഡെൽറ്റ എൽ ബൈ എൽ എല്ലാത്തിനും സെയിം അല്ലേ? അതുപോലെ തന്നെ ഡെൽറ്റ ടിയിൽ ടി എല്ലാത്തിനും സെയിം അല്ലേ? അപ്പം അങ്ങനെ ഡെൽറ്റ ടി മാത്രം നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എന്താ അറിയുമോ? 2 ഇൻറ്റു ഡെൽറ്റ ടി ചെയ്യണം, ഡെൽറ്റ എൽ അതിനോട് കൂട്ടേ വേണം. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാ നോക്കിയാൽ മതി. ആലോചിച്ച് നോക്ക്. ഏറ്റവും കുറവ് വരണം, നമുക്ക് ഏറ്റവും മിനിമം അല്ലേ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈം എടുത്താൽ ഓരോന്നോരോന്നെടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. 2 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഇത് 0.2 വരും, ശരിയല്ലേ? മരത് 0.5 വരും, 0.5 വരും. അപ്പം ഇത് ബൈ എല്ല് ചെയ്യണം കേട്ടോ. ഞാൻ ആ വാല്യൂ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നുള്ളൂ. ഓക്കെ, അടുത്തതിൽ പിന്നെ ഇതേപോലെ തന്നെ 0.2 വരും. വെയിറ്റ്, ടൈമാണ് കേട്ടോ. 0.2 വരും. അടുത്തതിൽ 0.5 വരും. അടുത്തതിൽ 0.02 വരും, 0.5 വരും. ഇത് കുറച്ചുകൂടി കുറവാണ്, കാരണം ഇതിൽ കുറവാണ്. അടുത്തതിൽ 0.05 0.1 വരും അല്ലേ? 0.1 വരും, 0.05, 0.2 എന്ന് പറയുമ്പോൾ 0.1, 0.1 വരും, 0.5 ഇവിടെ 0.1 അവിടെയും വരിക. കണ്ടോ? ഇത് രണ്ട് ഏറ്റവും ചെറുതാണ്, കാരണം ഇതിലെല്ലാത്തിലും 0.5 ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ചെറുത് കിട്ടുന്നത് ഇതാണ്, ശരിയല്ലേ? സോ മിനിമം എറർ, സോ ദിസ് വിൽ ബി ഓപ്ഷൻ ഡി. അത് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ അത് ചെയ്ത് ഇത് നല്ല ഡിഫറൻസ് ഉള്ളത് കൊണ്ട് വേഗം മനസ്സിലാവും ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന്. ക്ലിയർ? ഓക്കെ, then moving to question number 9. A point moves with a uniform acceleration and v1, v2, v3 denote the average velocities in 3 successive interval of time t1, t2, t3. Which of the following is correct? Okay, options വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ യൂണിഫോം ആക്സിലറേഷൻ ആണ് വന്നിട്ടുണ്ട്. അത് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ ഒന്നും പറയുന്നില്ല. ആക്സിലറേഷൻ v1, v2, v3, v1, v2, v3 അതിൻ്റെ ആവറേജ് വെലോസിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ആവറേജ് വെലോസിറ്റീസ് ആണ് v1, v2. ഇൻ്റർവെൽ പറയുന്നുണ്ട് t1, t2, t3 വെച്ചിട്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഒരു കാര്യം ചെയ്യാം, വെലോസിറ്റി ഇത് ആവറേജ് ആണ് കേട്ടോ. അപ്പം ഞാനേ ഇനീഷ്യൽ വെലോസിറ്റിന് u എന്ന് എടുക്കാം. ആഫ്റ്റർ ടൈം t1 ടൈം കഴിഞ്ഞിട്ട് വെലോസിറ്റി v1 ആയി. അത് കഴിഞ്ഞിട്ട് t2 ടൈം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി v2 ആയി. ഓക്കെ ആണോ? t3 ടൈം കഴിഞ്ഞ വെലോസിറ്റി v3 ആയി എന്ന് വിചാരിക്കട്ടെ. ഒന്നുകൂടി ഞാൻ പറയാം. u സ്പീഡിൽ തുടങ്ങി, t1 ടൈം കഴിഞ്ഞപ്പോൾ വെലോസിറ്റി v1 ആയി. ഇത് ഞാൻ v1 ഇങ്ങനെ എഴുതിട്ടോ, മറ്റേ v1 ആവറേജ് ആട്ടോ, v1 ആയി. t2 ടൈം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവറേജ് എന്തായി? t2 കഴിഞ്ഞപ്പോൾ വെലോസിറ്റി എത്രയായി? v2 ആയി. t3 ടൈം കഴിഞ്ഞപ്പം v3 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൂടെ? v1 can be written as I can write like this. v1 equal to u plus a t1. പറ്റില്ലേ? ശരിയല്ലേ? ഓക്കെ, so similarly v2 can be written as v2 is equal to u plus a into t1 plus t2. പറ്റില്ലേ? Clear? So what is v3? Similarly u plus a into t1 plus t2 plus t3. ശരിയല്ലേ? ക്ലിയർ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്വസ്റ്റ്യനിൽ അവർ v1 തന്ന എന്താ പറയുമോ? v1 ഈക്വൽ ടു u പ്ലസ് v1/2. ആ v1 വെറുതെ ആവറേജ് ആട്ടോ. ആ ആവറേജ് കണ്ടുപിടിക്കുന്ന കോൺസ്റ്റന്റ് ആക്സിലറേഷനിലെ ആവറേജ് എന്താ? 2 പോയിന്റിലെ വെലോസിറ്റി എന്ന ആവറേജ് കാണാൻ എന്താ ചെയ്യുക? v1 + v2/2 അല്ലേ ചെയ്യുക? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ v1ന്റെ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ
So what is the value of v1? v1 become u plus v1 ന് പകരം u plus a t1 by 2. അപ്പോൾ ഇത് v1 എന്ത് വരും? v1 is equal to u plus u 2u. 2u by 2 എന്ന് പറയുമ്പോൾ u വരില്ലേ? u plus a t1 by 2. u plus a t1 by 2. Fine, okay. Okay. Then similarly v2 എങ്ങനെ എന്ത് എഴുതാം? v2 എങ്ങനെ എഴുതാൻ പറ്റില്ലേ? v1 plus v2 by 2. സെക്കൻഡ് ഇൻ്റർവെല്ലിലാട്ടോ, അടുത്ത ഇൻ്റർവെല്ലിനടുത്ത് വരുന്നത്. അപ്പോൾ അതിനെ ഞാൻ v1 plus v2 by 2 എന്ന് എഴുതി. ഒരു കാര്യം ചെയ്യും, v1 ഉം v2 എഴുതിക്കോ. v1 എന്താ? റൈറ്റ്, പുറത്തേക്ക് എഴുതാം. എഴുതുന്നുണ്ട് v1 v2 ഈക്വൽ ടു v1 plus v2 by 2. ക്ലിയർ? അതിൽ v1 എന്താ? v1 ഈസ് u plus at1 by 2 പ്ലസ് ഇത് ഞാൻ ഷോർട്ടാക്കി കേട്ടോ മുകളിലത്തെ പ്ലസ് v2 u plus at1 plus at2 all divided by 2. ശരിയല്ലേ? അതിൽ u again u plus u എന്ത് 2u വരും, 2u by 2 u വരും, u plus അടുത്ത ടൈമിൽ at1 plus at1 at1ൻ്റെ രണ്ട് ടൈം വരും അല്ലേ? at1 നേരത്തെ at1 മാത്രമേ ഉണ്ടായിരുന്നു. at1 പ്ലസ് v1ന് u ഓക്കെ u പ്ലസ് t by 2. അത് നോക്കാം, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും വെച്ചാൽ u പ്ലസ് at1 by 2 പ്ലസ് u പ്ലസ് at1 പ്ലസ് at2. ഓക്കെ, ഇതിൽ പിന്നെ at1 യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ u പ്ലസ് u 2u വരും. 2u by 2ന് 2u മാത്രമേ എഴുതി. ബാക്കി at1 പ്ലസ് at1 എത്രയാ? 1 പ്ലസ് 1 3 by 2 3 by 2 അപ്പോൾ താഴത്തൊരു 2 ഉണ്ട് കേട്ടോ. ഇപ്പോൾ 3 by 4 at1 വരും പ്ലസ് ബാക്കി ഒരു ഉണ്ടല്ലോ 1 by 2 at2 ശരിയല്ലേ? ഓക്കെ, സെയിം. ദെൻ ഇതാ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നുണ്ട് ഇവിടേക്ക്. സെയിം മെത്തേഡ് v2 അല്ല നമ്മൾ എഴുതിയത്. സോ വാട്ട് ഈസ് v3 ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 by 2. v3 ഈസ് ഈക്വൽ ടു v2 പ്ലസ് v3. അത് ശ്രദ്ധിക്കണേ, ആ വിയും മറ്റേ വിയും വ്യത്യാസമുണ്ട് കേട്ടോ. v2 പ്ലസ് v3 by 2. ഓക്കെ, v2 എന്താ? v2 ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതേ ടൈമും. ഓക്കെ, ആ ടൈം അതുപോലെ എഴുതാം. പ്ലസ് ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഈ ടേം തന്നെ എഴുതാം, അപ്പോൾ വായിക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. v2 പ്ലസ് v3 ഇതാ ഈ ടേം ഇത് അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ തന്നെ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, ഞാനതൊന്ന് ഒന്നുകൂടി മാറ്റി എഴുതുന്നുണ്ട് ഇവിടേക്ക്. ഇത് ഈ v2 ഉം v3 ഉം രണ്ടും v1 അവിടെ നിൽക്കട്ടെ. v1 നമ്മൾ എഴുതിയത് കറക്റ്റ് തന്നെയാണ്. മറ്റേത് v2 എഴുതുമ്പോഴേ v1 പ്ലസ് v2 by 2 അല്ലേ? v1 പ്ലസ് v2 by 2 അല്ലേ? v1 എന്ന് പറഞ്ഞാൽ v1 നമ്മൾ u പ്ലസ് at എഴുതിയിട്ടുണ്ട്. u പ്ലസ് at1 v2നെ u പ്ലസ് at1 plus at2 all divided by 2. Okay, so this become u plus u 2u 2u by 2u u plus a 3 by 2 at1 plus at1 plus at1 എന്ത് വരും? 2at1 വരും. 2at1 by 2 അപ്പോൾ at1 വരും. at1 പ്ലസ് ഇവിടെ ബാക്കി ഇല്ല അല്ലേ? ബാക്കി ഇവിടെ at2 മാത്രമേ ഉള്ളൂ. at2 by 2 വരും. ഓക്കെ, ഇനി ഇതേ മെത്തേഡിൽ ഞാൻ ഇത് എഴുതാൻ പോവാണ്. v2ന് പകരം u പ്ലസ് at1 പ്ലസ് at2 പ്ലസ് ഈ ടേം ഒരുമിച്ച് വരണം കേട്ടോ. u ഉണ്ട് കേട്ടോ. പ്ലസ് u പ്ലസ് at1 പ്ലസ് at2 പ്ലസ് at3. ഓക്കെ, all divided by 2 ഉണ്ട് കേട്ടോ. all divided by 2. ഓക്കെ, all divided by 2. u പ്ലസ് u എന്ത് വരും? u പ്ലസ് u 2u by 2 u പ്ലസ് at1 പ്ലസ് at1 പ്ലസ് at1 2at1 divided by 2 വരുമ്പോൾ at1 വരും.
എ ടി വൺ വരും പ്ലസ് എ ടി ടു പ്ലസ് എ ടി ടു ടു എ ടി ടു ബൈ ടു എ ടി ടു പ്ലസ് എ ബൈ ടു ടി ത്രീ. ക്ലിയർ? ഓക്കെ ഫൈൻ. ഇത് മതി കേട്ടോ. വി വണ്ണും വി ടുവും കിട്ടി നമുക്ക്. വി വൺ കിട്ടി, വി ടു കിട്ടി, വി ത്രീ കിട്ടി. ഓക്കെ ഫൈൻ. ഇനി നോക്കിക്കോ, വി വൺ മൈനസ് വി ടു എന്ന് ചോദിച്ചു നോക്കിയേ. വി വൺ മൈനസ് വി ടു, വി വൺ മൈനസ് വി ടു ചെയ്താൽ എന്താ കിട്ടാന്ന് പറയും. വി വൺ എന്തോ അപ്പം ചെയ്ത ക്വസ്റ്റ്യൻ, വി വൺ മൈനസ് വി ടു, ശരിയല്ലേ? ഓക്കെ, വി വൺ മൈനസ് വി ടു ചെയ്ത് കഴിഞ്ഞാൽ വി വൺ മൈനസ് വി ടു ചെയ്താൽ ടൈം ഇതാ, വി വൺ മൈനസ് വി ടു ചെയ്താൽ യു മൈനസ് യു വരും. യു മൈനസ് യു എന്താ? 0 വരും. യു മൈനസ് യു 0 വരും. ക്ലിയർ? സോ അടുത്ത ടൈം എന്ത് വരും? എ ടി വൺ മൈനസ് എ ടി വൺ ബൈ ടു. എ ടി വൺ ബൈ ടു കുറച്ച് എത്ര വരിക? എ ടി വൺ ബൈ ടുന്ന് എ ടി വൺ ബൈ ടു കുറയ്ക്കുക. ഒന്നും ഇല്ലത് നേരിട്ട് എഴുതാം. വി ടു മൈനസ് വി ത്രീ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. വി ടു മൈനസ് വി ത്രീ അല്ല, വി ടു മൈനസ് വി വൺ. വി ടു മൈനസ് വി വൺ ആ റേഷ്യോ നോക്കിയാൽ എഴുതാം. വി വൺ മൈനസ് വി ടു എന്ന് എഴുതാം. എന്നാൽ പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, വി വൺ മൈനസ് വി ടു. ഓക്കെ, വി വൺ മൈനസ് വി ടു. വി വൺ മൈനസ് വി ടു ചെയ്താൽ യു ക്യാൻസൽ. എ ടി വൺ എന്ന് എ ടി വൺ പോയാൽ എ ടി വൺ ബൈ ടു എ ടി വൺ മൈനസ് എ ടി വൺ ബൈ ടു, ശരിയല്ലേ? പ്ലസ് എ ടി ടു ബൈ ടു. ക്ലിയർ? ഓക്കെ, സെയിം മെത്തേഡിൽ ഇവിടെ വി ത്രീ ഇവിടെ ഉണ്ട്. വി ത്രീ ഈക്വൽ ടു സെയിം ഇതേ സാധനം തന്നെ. വി ടു മൈനസ് വി ത്രീ ചെയ്യുക. വി വൺ മൈനസ് വി ടു അല്ലേ? വി ടു മൈനസ് വി ത്രീ ചെയ്യുക. സെയിം റൂട്ട് ഇത്രയും മതി കേട്ടോ. നേരെ റേഷ്യോ എടുത്താൽ മതി. വി ടു മൈനസ് വി ത്രീ ചെയ്താൽ ടേംസ് ഒക്കെ പോകും. യു പോവും, എ ടി വൺ പോവും, എ ടി ടു മൈനസ് എ ടി ടു ബൈ ടു, ശരിയല്ലേ? എ ടി ടു ബൈ ടു. അപ്പോൾ ടി വൺ ടി ടു ടേമിൽ വരും, ശരിയല്ലേ? അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ടി വൺ പ്ലസ് ടി ടു ഡിവൈഡ് ബൈ ടു ഉണ്ട് കേട്ടോ. ആ ടു ക്യാൻസൽ ആവും. ഇത് രണ്ടിലും ടു ഉണ്ടാവും കേട്ടോ. രണ്ടിലും ടു ഉണ്ടാവും. ആഡ് ചെയ്താലേ രണ്ടിലും ടു ഉണ്ടാവും. ഡിവൈഡ് ബൈ ടു ക്യാൻസൽ ആവും. ഞാൻ എഴുതുന്നില്ല. പ്ലസ് ടി ടു പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ. ക്ലിയർ? ഓക്കെ. So what is the answer? Option B is the correct answer. V1 minus V2 is to V2 minus V3 is equal to T1 plus T2 is to T2 plus T3. Clear? Fine. Okay. Moving to question number 10. A particle moving in a straight line has a velocity and displacement equation V equal to 4 into root of 1 plus S, where V is in meter per second, S is in meter. Initial velocity of the particle is option A 4 meter per second, option B 60 meter per second, option C 2 meter per second, option D 0. അപ്പം അതിൻ്റെ V തന്നിട്ടുണ്ടടാ. V ഈക്വൽ ടു റൂട്ട് ഓഫ് 4 ഇൻറ്റു റൂട്ട് ഓഫ് പറയും 1 പ്ലസ് എസ്. ക്ലിയർ? വേർ V is the എന്താ കണ്ടത്? ഇനീഷ്യൽ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കാണണം. ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. വെലോസിറ്റി എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ds by dt. So ds by dt is equal to 4 into root 1 plus s. dt അപ്പുറം പോട്ടെ. ds by root 1 plus s is equal to 4 dt. root x ൻ്റെ 1 by root x ൻ്റെ എന്താ? 2 root x അല്ലേ? 1 by root x ൻ്റെത് x raised to minus 1 by 2. അപ്പോൾ x raised to minus 2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. Integral x raised to minus 1 by 2 dx എന്താ? x raised to minus 1 by 2 plus 1 by 2 by 1 by 2 root x, correct? So this become 2 root 1 plus s is equal to 4 into t. ശരിയല്ലേ? ക്ലിയർ? ഈ ഇത് രണ്ടും കട്ട് ചെയ്ത് എന്നിട്ട് വാല്യൂ ഒന്ന് പറഞ്ഞേ. രണ്ട് സൈഡിൽ നിന്ന് 2 4 കട്ട് ചെയ്ത്. അപ്പോൾ റൂട്ട് 1 പ്ലസ് എസ് എന്ത് വരും? റൂട്ട് 1 പ്ലസ് എസ് ഇസ് ഈക്വൽ ടു 2t. ഈ രണ്ട് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്താൽ 1 പ്ലസ് എസ് എന്ത് വരും? 1 പ്ലസ് എസ് ഈക്വൽ ടു 4t സ്ക്വയർ എന്ന് വരും. സോ വാട്ട് ഈസ് എസ്? 4t സ്ക്വയർ മൈനസ് 1. ക്ലിയർ? സോ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ds ബൈ dt. സോ ഇറ്റ് ബിക്കം 8t വരും. ഇനി എന്താ ചോദിച്ചാൽ നിങ്ങളോട്? ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് t ഈക്വൽ ടു 0. t ഈക്വൽ ടു 0, v ബിക്കം 0. സോ ആൻസർ ഈസ് 0. ക്ലിയർ? 0 വരും. ഇനീഷ്യൽ വെലോസിറ്റി 0 വരും കേട്ടോ. ഐഡിയ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. എ സ്ട്രീറ്റ് കാർ മൂവിങ് റെക്റ്റിലീനിയർലി ഫ്രം സ്റ്റേഷൻ എ ടു നെക്സ്റ്റ് സ്റ്റോപ്പ് ബി വിത്ത് an acceleration varying according to the law f is equal to a minus bx. Okay, where a and b are positive constant and x is the distance from station a
മെഷേർഡ് ഫ്രം സ്റ്റേഷനിൽ നിന്ന് എക്സ് മെഷർ ചെയ്യുന്നു. ഡിസ്റ്റൻസ് എ ബി ഈസ് ദെൻ ഈക്വൽ ടു ഓപ്ഷൻ എ 2a by b, ഓപ്ഷൻ ബി a by b, ഓപ്ഷൻ സി a by 2b, ഓപ്ഷൻ ഡി 2a minus b. ക്ലിയർ? അപ്പോഴേ എഫ് തന്നിട്ടുണ്ടാ, ആക്സലേഷൻ തന്നിട്ടാ എന്താ a minus bx, ശരിയല്ലേ? ഇവിടെ നമ്മൾ പഠിച്ച് എഫ് എന്ന് പറഞ്ഞ ആക്സലറേഷൻ അല്ലേ? ആക്സലറേഷൻ എന്താ? dv/dt. ഇതിനൊക്കെ ഇങ്ങനെ എഴുതി കൂടെ? dv/dx into dx by dt. So what is dx/dt? Velocity. So I can write dv/dx. So I can write like this: vdv/dx is equal to a minus bx. So what is vdv? vdv is equal to a minus bx into dx. ശരിയല്ലേ? So integrate on both side. So particle സ്റ്റോപ്പ് അല്ലേ? അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ന് സ്റ്റേഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേഷൻ എയിൽ സ്പീഡ് 0, സ്റ്റേഷൻ ബിയിലും സ്പീഡ് 0, ശരിയല്ലേ? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടാം. സ്റ്റേഷൻ എയിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഷൻ ബിയിലേക്ക് പോവാം. സ്റ്റേഷൻ എയിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് 0 ആൻഡ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് എ ബിയിലെത്തും. എടാ എന്ന് പോയാൽ സ്റ്റേഷൻ ബിയിലെത്തുമല്ലോ. സ്റ്റേഷൻ ബിയിലേക്കുള്ള ദൂരം എന്ന് മെഷർ ചെയ്താൽ അതാണ് നമുക്ക് കണ്ടത്. ഞാൻ ഇതിനെ എ ബി എന്ന് എഴുതി, അത്രേ ഉള്ളൂ. സോ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തോ. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, ആൻസർ 0 ആവും. 0 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ AX ഉണ്ടാവും. AX മൈനസ് bx²/2. ലിമിറ്റ് കൊടുക്കും, ലിമിറ്റ് 0 to AB വരെ. AB കൊടുത്തോ. AB കൊടുത്താൽ 0 ഈക്വൽ ടു A ഇൻറ്റു ഡിസ്റ്റൻസ് AB മൈനസ് B ഇൻറ്റു AB²/2. മൈനസ് ഇപ്പുറം വരട്ടെ. B ഇൻറ്റു AB²/2 ഈക്വൽ ടു A ഇൻറ്റു AB. ശരിയല്ലേ? AB² AB പറയും. സോ വാട്ട് ഈസ് AB? AB is equal to 2A by B. So answer is 2A by B. So which option? 2A by B. Option A is the correct answer. Clear അല്ലേ? Okay. Okay. Then moving to question number 12. Okay. Moving to question number 12. The speed of a car was 15 km per hour for the first 900 seconds, then 40 km per hour for the next 50 km, and then car is decelerated uniformly at 10 km per hour square till it came to rest. The average speed of the car is option A 50 km per hour, option B 7.2 meter per second, option C is 30 km per hour, option D 9 meter per second. ശ്രദ്ധിക്കണം, രണ്ടും തന്നിട്ടുണ്ട് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, കാറിൻ്റെ സ്പീഡ് ഫസ്റ്റ് 900 സെക്കൻഡിൽ സ്പീഡ് വന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ കാർ വാസ് 50 കിലോമീറ്റർ പെർ അവർ ഫോർ ദി ഫസ്റ്റ് 900 സെക്കൻഡ്. ഓക്കെ, ദെൻ 40 കിലോമീറ്റർ പെർ ഫോർ ദ നെക്സ്റ്റ് 50 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. The car decelerated uniformly 10 km per hour till came to rest. Okay. ആദ്യം എടാ 50 km per hour 900 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 900 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബൈ 60 ചെയ്താൽ മിനിറ്റ് ആവും. ബൈ 3600 ചെയ്തോ, അതൊന്നല്ലേ? അപ്പോൾ ഹവറിലാവും. 00 ക്യാൻസൽ 1/4 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും സെക്കൻഡ് പോയാൽ 1/4 ഹവർ, സോറി സെക്കൻഡ് അല്ല ഹവർ, അതായത് 15 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ, ശരിയല്ലേ? 1/4 ഹവർ. ഓക്കെ, ദെൻ 1/4 ഹവർ ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര വരും? സ്പീഡ് വന്നില്ലേ? ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയായിരുന്നു? 50. ടൈം 1/4. സോ ഇറ്റ് ബിക്കം 1/4 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 25/2, 12.5 കിലോമീറ്റർ വരും, ശരിയല്ലേ? ആദ്യം 12.5 കിലോമീറ്റർ പോയി കേട്ടോ. ദെൻ 40 കിലോമീറ്റർ പെർ അവർ ഫോർ ദ നെക്സ്റ്റ് 50 കിലോമീറ്റർ. അതിന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട. നെക്സ്റ്റ് വെലോസിറ്റി 50 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, അല്ല സ്പീഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡിസ്റ്റൻസ് കിട്ടി. സോ ഡിസ്റ്റൻസ് 1 D1, ഡിസ്റ്റൻസ് 2 നേരിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 50. നന്നായി. അടുത്ത എന്താ? ഡീസിലറേറ്റ് ചെയ്തിട്ട് റെസ്റ്റിലായി. ഓക്കെ, ഡീസിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 40 ആയിരിക്കും അല്ലേ? 50 പോയിട്ട് പിന്നെ സ്പീഡ് കുറച്ചിട്ട് നെക്സ്റ്റ് 40 കിലോമീറ്റർ പെർ അവർ എന്ന റെസ്റ്റിലേക്ക് പോകുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ V ഈക്വൽ ടു U + AT. അല്ല വേണ്ട, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയാൽ പോരെ? ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി.
ഓക്കെ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ റിട്ടാർഡേഷൻ അല്ല അപ്പോൾ യു സ്ക്വയർ എന്ന് എഴുതിക്കോ. യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. സോ വാട്ട് ഈസ് എസ്? യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ബൈ 2a റിട്ടാർഡേഷൻ കേട്ടോ. യു സ്ക്വയർ എന്ന് പറയുമ്പം 40 അല്ലേ, 40 സ്ക്വയർ ഒക്കെ കിലോമീറ്റർ പറഞ്ഞാൽ മതി. 40 × 40 ബൈ 2 ഇൻറ്റു റിട്ടാർഡേഷൻ എത്രയാണ് 10. ശരിയല്ലേ? അപ്പോൾ എത്ര 20 40 കട്ട് ചെയ്താൽ 2 വരും. ശരിയല്ലേ? സോ ഇറ്റ് ബിക്കം 80 കിലോമീറ്റർ. ഓക്കെ അപ്പോൾ മൊത്തം ദൂരം കിട്ടിയില്ല. പക്ഷെ വേറെ പ്രശ്നം ഇതിൻ്റെ ടൈം കാണണം. ഇതിൻ്റെ ടൈം കാണണം. ദെൻ കാർ ഡിസിലേറ്റർ നെക്സ്റ്റ് 50 കിലോമീറ്റർ. ഓക്കെ ഓക്കെ ഇനി എല്ലാത്തിനും ടൈം കാണണം. ആവറേജ് സ്പീഡല്ലേ കാണണ്ട്. ആദ്യത്തെ ടൈം തന്നിട്ടുണ്ട് 1/4. രണ്ടാമത്തെ ടൈം എത്രയാണ്? സ്പീഡും ഡിസ്റ്റൻസും തന്നില്ല. അപ്പോൾ ടൈം എന്താ? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 50. സ്പീഡ് എത്രയാണ്? 40. അപ്പോൾ എത്ര വരും? 50/4 5/4 വരും. ആദ്യത്തെ 1/4 കേട്ടോ, രണ്ടാമത്തെ 5/4. ഓക്കെ മൂന്നാമത്തത് ടൈം കണ്ടുപിടിക്കണം. ശരിയാ. v ഈക്വൽ ടു യു പ്ലസ് എ ടി. v ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെങ്കിൽ t ഈക്വൽ ടു യു ബൈ എ. ശരിയല്ലേ? v ഈക്വൽ ടു യു പ്ലസ് എ ടി, v 0, ഫൈനൽ വെലോസിറ്റി 0, അപ്പോൾ u മൈനസ് എ ടി 0, യു ബൈ എ. യു എന്ന് പറയുമ്പോൾ 40 അല്ലേ, 40 km/h അല്ലേ പോയിക്കൊണ്ടിരിക്കണേ. 40 ബൈ റിട്ടാർഡേഷൻ എത്രയാണ്? 10. സോ ഇറ്റ് ബിക്കം 4 അവർ. ഓക്കെ അപ്പം മൊത്തം എത്രയാണ് ടൈം? 1/4 ആദ്യത്തെ ടൈം പ്ലസ് 5/4. 1/4 പ്ലസ് 5/4 എത്രയാണ്? 6/4. 6/4 എന്ന് പറയുമ്പോൾ 3/2 അല്ലേ, 1.5. 1.5ഉം 4ഉം 4 + 1 5.5. അപ്പോൾ 5.5 ഉണ്ടാവും മൊത്തം ടൈം. ശരിയല്ലേ? അപ്പോൾ ആഡ് ചെയ്ത് നോക്കി 5.5 അല്ലേ കിട്ടുന്ന നോക്കും. മൊത്തം ടൈം 5.5 ഹവർ. മൊത്തം ദൂരം ആദ്യം 12.5 കിലോമീറ്റർ, പിന്നെ 50, പിന്നെ 80, 80ഉം 50ഉം 130, 140, 142.5, 142.5 ആയിരിക്കും മൊത്തം ദൂരം. ശരിയല്ലേ? ക്ലിയർ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം എത്ര മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്നതെന്നുള്ളത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ക്ലിയർ ആയിട്ട്. ആ വാല്യൂ വന്നത് ശരിയല്ലേ നോക്കൂ. സോ ഇറ്റ് ബിക്കം 12.5 ഉണ്ട്. വെയിറ്റ്, ഇറ്റ് ബിക്കം 12.5 പ്ലസ് 130. ശരിയല്ലേ? 142 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 5.5 25.9 26ൻ്റെ അടുത്ത് വരും. സോ ഓപ്ഷൻ ഉണ്ടോ അതിനകത്ത്? km/h. ഓക്കെ 26 km 12. ഓക്കെ 20 5 into 5/18 it is into so 7.19 7.2 വരും. കറക്റ്റാണ്. 25ൻ്റെ അടുത്ത് വരും. ബട്ട് ഓപ്ഷനിൽ 25ൻ്റെ ഓപ്ഷൻ ഇല്ല വേണ്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, 25ൻ്റെ ആവറേജ് വാല്യൂ ഇതാണ് വരിക കേട്ടോ. ആവറേജ് ചെയ്ത് കഴിഞ്ഞാലേ കറക്റ്റ് ആ വാല്യൂ വരും. ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25.09 വരും. 25.09 25.9 26 എടുത്തോ. അതിൽ km/h ഇൻറ്റു 5/18 ചെയ്താൽ നിങ്ങൾക്ക് 7.19 കിട്ടും. 7.2. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Clear? Okay. Then moving to the next question. Okay. Question number 12. Okay. Question number 13. Among the 4 graphs, there is only one graph which average velocity over the time 0 to t can vanish for suitably. Choose t. Which is it? That's question. Okay. അപ്പോൾ അതിൽ 4 ഗ്രാഫ് കാണാം. ഇത് ഇവിടേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ അതിൽ എക്സ് നോക്കിയാൽ നിങ്ങൾക്ക് എക്സ് സ്ലോപ്പ്, അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് വെലോസിറ്റി അല്ലേ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വെലോസിറ്റി, അതായത് ആവറേജ് വെലോസിറ്റി 0 ആണെങ്കിലേ, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് വരണം. പോസിറ്റീവ് നെഗറ്റീവ് വരണമെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് നെഗറ്റീവ് മാറി വരണ ഒരു ടൈം ഇൻ്റർവെല്ലിൽ പോസിറ്റീവ് നെഗറ്റീവ് വരണം എന്ന് പറഞ്ഞാൽ ആ കർവ് മുകളിൽ പോയി താഴോട്ട് വരുന്ന കർവുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് വരുന്ന കർവുകളെ പറ്റുള്ളൂ. ഇത് പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ടൈം ഇൻ്റർവെൽ ഇത് കൂടുതൽ ഇതല്ലേ. സോ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഇതിൽ നോക്കുക, ഈ 2 ഓപ്ഷൻ തന്നെ നോക്കിയാൽ മതി. കാരണം ഇത് രണ്ടും നോക്കണ്ട.
ഇതിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇല്ല, ഇത് രണ്ടും ഇത് കുറഞ്ഞുകൊണ്ട് നിൽക്കുക, അത് കൂടിക്കൊണ്ടിരിക്കുക. അതായത് ഇതിൽ ശരിക്കും ഇങ്ങനെയാണ് വരും, ഇത് നെഗറ്റീവ് സ്ലോപ്പാണ്. ഇതിൽ ഇത് കൂടിക്കൊണ്ട് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക, വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, റിട്ടാർഡേഷനാണ് ശരിക്കും. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, ഇത് രണ്ടിനത്തിൽ ഏതാവുന്ന ഓപ്ഷൻ അതിൽ അതാ ഇങ്ങനെ കൂടി ഇങ്ങനെ കുറയുന്ന ഒരു ഓപ്ഷൻ, ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. ശരിയല്ലേ? സോ ദിസ് ക്യാൻ ബി 0. ഇതിൽ കൂടുതൽ എമൗണ്ട് കൂടുതലും ഈ റീജിയൻ ആണ് കണ്ടോ. ക്ലിയർ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? 40. Okay, then moving to 40. Okay. A packet is released from a balloon which is moving upward. When the balloon is at a height of 200 meters above the ground, the packet reaches the ground in 8 seconds. Speed of the balloon when packet is released is option A, G എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ 18 meter per second, B 15 meter per second, C 12 meter per second, ഓപ്ഷൻ D 9 meter per second. ഓക്കെ, ഒരു ഫുഡ് പാക്കറ്റ് ഉണ്ട്, ആ ഫുഡ് പാക്കറ്റ് ഉണ്ട്, ആ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യാണ് കേട്ടോ. ഒരു ഫുഡ് പാക്കറ്റ് ഉണ്ട്, ആ ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യാം. അപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ബലൂണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പം 200 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി, ഇത് മുകളിലോട്ട് പോകുന്ന വെലോസിറ്റി യു ആണ്. അത് താഴത്തെ ടൈം വന്നിട്ടുണ്ട്, അത് താഴത്ത് വീഴുന്ന ടൈം വന്നിട്ടുണ്ട്. എത്രയാ? 8 സെക്കൻഡ്. 8 സെക്കൻഡ് കൊണ്ട് താഴെ, 8 സെക്കൻഡ് കൊണ്ടേ അത് താഴെ വീഴുന്നുണ്ട് കേട്ടോ. ജീൻ്റെ വാല്യൂ അവർ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, എടാ അത് സിമ്പിളാണ്. ബലൂൺ റിലീസ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ ശരിക്കും. പക്ഷേ ബലൂണിൻ്റെ അകത്തുനിന്ന് ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ബലൂണിൻ്റെ സ്പീഡ് എന്താണോ അതേ സ്പീഡ് തന്നെ ആയിരിക്കും അതിൻ്റെ സ്പീഡ്. പക്ഷേ ഇവിടെ ബലൂൺ മുകളോട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ യു ടു ഫോളോ സൈൻ കൺവെൻഷൻ, ദ റിലീസിങ് പോയിന്റ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? യു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു. ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് -200 താഴോട്ടാ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ താഴോട്ടാ -10. അപ്പോൾ നമുക്ക് ടൈമുള്ള ഇക്വേഷൻ എടുക്കുക. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ അല്ലേ? എസ് എത്രയാ? എസ് ഈസ് -200. യു എത്ര? യു പോസിറ്റീവ് ആറയിൽ എത്രയാണ്? ടി എത്രയാ? 8. സോ 8 ഇൻറ്റു ടി. ആക്സിലറേഷൻ -10 ആട്ടോ. -10/2 -5 വരും. -5 ടി സ്ക്വയർ. ഓക്കെ ആണോ? ക്ലിയർ? യു ടി കറക്റ്റ്. വെയിറ്റ് ഒരു മിനിറ്റ്. അതിൽ ടി ആണ് 200. എന്താ ചോദിച്ചിരിക്കുന്നത്? യു അല്ലേ കാണേണ്ടത്? ടി ടൈം. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയേ. ഇവിടെ ടി അല്ല കേട്ടോ, അത് യു ആണേ. ഓക്കെ, യു കറക്റ്റ്. ഇൻറ്റു ടൈം വന്നിട്ടുണ്ട് 8 ഇൻറ്റു യു. യു എടാ ഇതിൽ ടിയുടെ വാല്യൂ 8 എടാ. 8ൻ്റെ സ്ക്വയർ, ഇത് ഫുള്ള് ആൻസർ കിട്ടൂടാ. 8 സ്ക്വയർ വരും ഇവിടെ. 8 സ്ക്വയർ നേരെ ആൻസർ കിട്ടല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 8 സ്ക്വയർ 64. 64 ഇൻറ്റു 5 വരും ഇവിടെ. 64 ഇൻറ്റു 5 എത്രയാ? 320. ശരിയല്ലേ? -320 അവിടെ വരിക കേട്ടോ. അപ്പുറം പോട്ടെ 320 ആവും. സോ 0 30 320 അപ്പുറം പോട്ടെ. അപ്പോൾ 8u ഈസ് ഈക്വൽ ടു 320 - 200. 320 - 200 എത്രയാ? 120 അല്ലേ? സോ ഇറ്റ് ബിക്കം 8u ഈസ് ഈക്വൽ ടു 0 1 2 1 120. സോ ഈസ് ഈക്വൽ ടു 120/8. 8 കട്ടാവും. 8 പോവും. 1 ഇൻറ്റു 8 8. 8 12ൽ 40ൽ 5. സോ ആൻസർ ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷനിലുണ്ടോ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. Then moving to next question number 15. A particle moves at distance x in time t according to the relation x is equal to t plus 5 all raised to -1. The acceleration of the particle is proportional to option A velocity raised to 2/3, option B velocity raised to 3/2, option C distance in a square, option D distance raised to -2. Clear? Okay. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസും വെലോസിറ്റിയും ഉണ്ട്. അപ്പോൾ 2 ഓപ്ഷൻ ചെക്ക് ചെയ്യണം. എക്സ് വന്നിട്ടുണ്ട് t+5 all raised to -1. ഇവിടെ അപ്പോൾ എക്സ് t+5 all raised to -1 എന്നാൽ 1/t+5 അല്ലേ അർത്ഥം. ഇതിനന്ന് വെലോസിറ്റി എന്താ? dx/dt. dx/dt ചെയ്ത് കഴിഞ്ഞാൽ -1/t+5 ഹോൾ സ്ക്വയർ എന്നല്ലേ കിട്ടുക. -1/t² ഇടാ. ക്ലിയർ? ഇതിൽ 1/t+5 എന്താ? 1/t+5 എന്ന് പറയുമ്പോൾ എക്സ്. അപ്പോൾ ഇതിന് എനിക്ക് x² എന്ന് എഴുതിക്കൂടെ? ഇത് t+5 ഇതിൽ നിന്ന് t+5 എന്താന്ന് പറയും?
ഇതിൽ ടി പ്ലസ് 5 ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് 1/x. ഇത് 1/x കൊടുത്താൽ എക്സ് സ്ക്വയർ എന്ന് കിട്ടൂലേ. അപ്പോൾ വെലോസിറ്റി പ്രപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അത് ഓപ്ഷൻ ഉണ്ടോ? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ശരിയല്ലേ? സോ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കറക്റ്റ്. v ഈക്വൽ ടു മൈനസ് 1/x മൈനസ് 1/x സ്ക്വയർ. ഡിസ്റ്റൻസ് v ഈക്വൽ ടു എക്സിൻ്റെ സ്ക്വയർ. എടാ ടി പ്ലസ് 5 1/x കൊടുത്താൽ 1/xൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/x സ്ക്വയർ മോൾ ബൈ എക്സ് സ്ക്വയർ. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ്. പക്ഷെ നമുക്ക് വെലോസിറ്റി ഇല്ലടാ വേണ്ടത്, നമുക്ക് ആക്സലറേഷനാണ് വേണ്ടത്. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റീൻ്റെ സ്ക്വയറാണ് ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആക്സലറേഷൻ കാണാം. ആക്സലറേഷൻ എന്താ? ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ടി പ്ലസ് 5 ഓൾ റേസ് ടു -2. ടി പ്ലസ് 5 എക്സ് റേസ് ടു -2ൻ്റെ നോക്കിയാൽ മതി. എക്സ് റേസ് ടു -2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2 എക്സ് റേസ് ടു -3 ശരിയല്ലേ? അപ്പോൾ -2 -1 2 ടി പ്ലസ് 5 ഓൾ ക്യൂബ്. ഇതാണ് ആൻസർ. ക്ലിയർ? സോ അപ്പോൾ ആൻസറിലേക്ക് വന്നു. ആക്സലറേഷൻ ഇസ് പ്രപ്പോർഷൻ ടു ടി പ്ലസ് 5 പകരം 1/x കൊടുത്താൽ എക്സ് ക്യൂബ് വരും. ഡിസ്റ്റൻസിൻ്റെ ക്യൂബ് ഉണ്ട് ഓപ്ഷനിൽ. ഡിസ്റ്റൻസിൻ്റെ ക്യൂബ് അല്ല സ്ക്വയറാണ്. അപ്പോൾ ഇത് രണ്ടും അല്ല. അപ്പോൾ വെലോസിറ്റി ലാൻഡ് ടൈം. ഇതിൽ നിന്ന് വെലോസിറ്റി എന്താ? ടി പ്ലസ് 5 വി റേസ് ടു 1/2 അല്ലേ? മൈനസ് വിട്. ഇതിൽ നിന്ന് 1/t പ്ലസ് 5 എന്താ? 1/t പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ടി പ്ലസ് 5 എന്താ? 1/v സ്ക്വയർ വരില്ലേ? 1/√v അല്ലേ? 1/√v എന്ന് പറഞ്ഞാൽ വി റേസ് ടു 1/2. അപ്പോൾ ആൻസർ എ പ്രപ്പോർഷണൽ ടു 1/t പ്ലസ് 1/t പ്ലസ് 5 1/v ഓൾ റേസ് ടു ക്യൂബ് ശരിയല്ലേ? സോ ദിസ് ബിക്കം എ പ്രപ്പോർഷണൽ ടു വി റേസ് ടു 3/2. ഇതുണ്ടോ നോക്കാം ഓപ്ഷനിൽ? വി റേസ് ടു 3/2. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, ശരിക്കും ഡിസ്റ്റൻസിന് ക്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ അത് കറക്റ്റാണ് കേട്ടോ. പക്ഷെ അവർ വെലോസിറ്റിയുടെ ടൈമിൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 16. A ball is released from the top of a height h meter. If it take t second to reach the ground, where is the ball at that time? t/2. Okay, t/2 സെക്കൻഡിൽ എവിടെയാണ്? എടാ ഇതിന് താഴെത്തുള്ള ടൈം ടി തന്നിട്ടുണ്ട്. ആ ടി എന്താ അറിയോ? ഇതിൻ്റെ ഹൈറ്റ് എച്ച് ആണ്. ശരി, എച്ച് ഇസ് ഈക്വൽ ടു ½ GT സ്ക്വയറാണ്. അതായത് ടി പ്രപ്പോർഷണൽ ടു √h ആണ്. ഇനി ഇത് നേരിട്ട് പറയാം, അത് സോൾവ് ചെയ്യൊന്നും വേണ്ട. ഇത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തല്ലേ u0. എടാ എച്ച് ടൈം എടുക്കാൻ ടി ടൈം എച്ചിനനുസരിച്ച് മാറും. എങ്ങനെ? പ്രപ്പോർഷൻ റൂട്ടിന് പ്രപ്പോർഷനാണ്. ഇവർ പറയുന്നത് പകുതിയിലെത്താൻ എന്താ? ടൈം t/2 ആ. ഓക്കെ, ടൈം t/2. ഇവിടെ ടൈം ഇത് h/2 എത്താൻ വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ഞാൻ ഇവിടെ നോക്കിയ ടൈം പകുതിയാണ്. അതായത് എച്ച് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയറാണ്. ഇനി ഈ തന്നെ പറയാം. പിന്നെ അപ്പോൾ എന്ത് വരും? ടൈം പകുതി ആയാൽ എച്ചിന് എന്താ സംഭവിക്കാന്ന്? h/4 ആവും. ടൈം ടി ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ t/2 ആയാൽ t²/4 ആവും. അതിനർത്ഥം എച്ച് എന്താ? h/4 ആവും. പക്ഷെ മോളിൽ നിന്നാടാ h/4. കാരണം നമ്മളെ പാർട്ടികൾ മോളിൽ താഴോട്ടല്ലേ വരുന്നത്. മോളിൽ നിന്ന് h/4 ആണ്. ഇവിടെ നിന്ന് എത്ര ഉണ്ടാവും? 3h/4. സോ ആൻസർ വിൽ ബി 3h/4. അത് ശ്രദ്ധിക്കണം കേട്ടോ. 3h/4 ഫ്രം ഗ്രൗണ്ട്. h/4 ഫ്രം ഗ്രൗണ്ട് അല്ല കേട്ടോ. h/4 3h/4 from ground or h/4 from top. Both are same answer. 3h/4 from ground or h/4 distance from top. ഇനി ഇതൊന്നും മെഷർ ചെയ്തില്ലെങ്കിൽ സാധാരണ ഹൈറ്റ് മെഷർ ചെയ്യുക ബോട്ടത്തിൽ നിന്നാണ്, ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് ചോദിച്ചാൽ ശരിക്കും നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് മെഷർ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ½ സ്ക്വയറിലെ നിങ്ങൾ എസിന് എച്ച് കൊടുത്താൽ ആ എച്ച് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുക എവിടെ നിന്ന് അറിയോ? പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിൻ പോയിന്റ് നിന്ന്. അത് മുകളിൽ നിന്നാണെങ്കിൽ മുകളിൽ നിന്ന്, താഴത്തുനിന്നാണെങ്കിൽ താഴത്തുനിന്ന്. പക്ഷെ നമ്മൾ ഹൈറ്റ് സാധാരണയായിട്ട് മെഷർ ചെയ്യുക മുകളിൽ നിന്നാണ്. Clear? Okay, then moving to question number 17. Two forces, one of 10 Newton and another of 6 Newton act upon a body. The directions of the force are unknown. Okay, the resultant force on the body is option A between 6 and 10, between 4 and 10, more than 6, more than 10. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വെക്ടർ ക്വാണ്ടിറ്റി ഏറ്റവും മാക്സിമം റിസൾട്ടന്റ് തരുമ്പോൾ പാരലൽ ആകുമ്പോൾ റിസൾട്ടന്റ് എന്താ? A+B, വിച്ച് മീൻസ് 10+6. അതായത് 16 ന്യൂട്ടൺ ആണ് ഏറ്റവും മാക്സിമം റിസൾട്ടന്റ്. 16 അപ്പഴങ്ങ് കിട്ടൂല. ക്ലിയർ? സോ 10 - 6. സോ ദിസ് ഇസ് ആന്റി പാരലൽ. സോ 10 - 6 become 4.
ഈ 4ന്റെ മുകളിലോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. സോ ദ റിസൾട്ടൻറ്റ് ഓഫ് 10 and 6 ഷുഡ് ലൈസ് ഇൻ ബിറ്റ്വീൻ 16 and 4. ഇതിൻ്റെ ഉള്ളിലുള്ള ആൻസറേ കിട്ടുള്ളൂ. 16ന് മുകളിലുള്ള ആൻസറോ 4ന് താഴെയുള്ള ആൻസറോ കിട്ടില്ല. യു ക്യാൻ ചേഞ്ച് ദ ആംഗിൾ എനിവിങ് ഇൻ ബിറ്റ്വീൻ 0 and 180. 0ക്കും 180ക്കും ഇടയിലുള്ള ഏത് ആംഗിൾ വേണമെങ്കിൽ കൊടുക്കാം. യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈസ് ഇൻ ബിറ്റ്വീൻ 4 and 16. സോ ആൻസർ ഈസ് ലൈസ് ഇൻ ബിറ്റ്വീൻ 4 and 16. ക്ലിയർ? ഐഡിയ മനസ്സിലായോ? ഓക്കെ. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. Question number 18. A particle is moving eastwards with a velocity 5 meter per second. In 10 seconds, the velocity changes to 5 meter per second northwards. The average acceleration in this time is option A, 1 by root 2 meter per second square towards northwest, 1 by root 2 meter per second square towards north, and 1 by root 2 meter per second square towards northeast, and option D, 0. Okay. Particle ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വെലോസിറ്റി പറയും 5 മീറ്റർ പെർ സെക്കൻഡ്. 10 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് നോർത്തിലേക്ക് മാറി. ഓക്കെ. ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്ര വെലോസിറ്റി? V1 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് പോകുന്ന പാർട്ടിക്കിൾ 10 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ട് ചേഞ്ച് ആയി. V2 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം വന്നിട്ടുണ്ട് 10 സെക്കൻഡ് അല്ലേ? 10 സെക്കൻഡ്. ഓക്കെ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നേരിട്ട് ആൻസർ ചെയ്യാം. വി നോ ദാറ്റ് ആക്സലറേഷൻ ഈസ് V2 minus V1 by T. Since this is subtraction of vector, this become magnitude മതിയെങ്കിൽ root of V2 square plus V1 square by T. കാരണം 90 ഡിഗ്രി അല്ലേ വരെ ആംഗിൾ. ഓക്കെ. ദിസ് ബിക്കം root 5 square plus root 5 square is 5 root 2. 5 root 2 by 10. So 5, 10 cancel 2, cancel 1 by root 2. So 1 by root 2 ആണ് ആൻസർ. ബട്ട് ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അത് സർക്കുലർ മോഷൻ ആലോചിച്ചാൽ മതി. ഇത് സർക്കിൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഡയറക്ഷൻ വരയ്ക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാ. So the circle center will be yes. So this is called centripetal acceleration. See, this is centripetal acceleration. So this is act towards the northwest direction. Note. Clear? So answer is 1 by root 2 meter per second square in northwest direction. That is option A is the correct answer. Clear? Okay. 1 by root 2 meter per second square towards northwest. ശരിക്കും ഇത് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് അതായത് രണ്ട് ആക്സലറേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ടാൻജൻഷ്യൽ ആക്സലറേഷനും സെൻട്രിപിറ്റൽ ആക്സലറേഷനും. അതിൽ ഈ ഡയറക്ഷനിൽ ചേഞ്ച് കാരണം, അതായത് പിന്നെ ആ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ്റെ പേരാണെന്ത്? അതായത് വെലോസിറ്റിൻ്റെ ഡയറക്ഷനിൽ അത് ചേഞ്ച് ചെയ്യുന്നത് കാരണം ആക്സലറേഷൻ ആണെന്ത്? ഡയറക്ഷൻ മാത്രം കേട്ടോ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണെന്ത്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അപ്പം ഇത് രണ്ട് ആക്സലറേഷനും സാധാരണ ഒരു മോഷനിലുണ്ടാവും. സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ സാധാരണ ഇതിൻ്റെ വാല്യൂ 0 ആയി പോകും. ഏത്? സെൻട്രിപിറ്റലിനെ. അത് സർക്കുലർ മോഷനിലാകുമ്പോൾ സെൻട്രിപിറ്റൽ ഉണ്ടാവും. ഇനി യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ ടാൻജൻഷ്യൽ 0 ആവും. ശരിയല്ലേ? നമ്മളിതൊക്കെ പഠിച്ചതാണ് കേട്ടോ. ഓക്കെ. ബ്രേക്ക് എടുക്കില്ല. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ
നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ,
നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ,
ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസ്. Okay, then moving to the next question. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Okay, question number 19. The length of the seconds hands in a watch is 1 centimeter. The magnitude of the change in velocity of its tip in 15 seconds is option A 0, option B pi by 30 centimeters per second, C pi by 30 root 2 centimeter per second, option D pi by 30 root 2 centimeter per second. Okay. സെക്കൻഡ് ഹാൻഡ് ആലോചിക്കാം. നമ്മൾ ക്ലോക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആലോചിക്കാം. അതിന് ശരിക്കും ആംഗുലാർ വെലോസിറ്റി നിങ്ങൾ പഠിക്കണം. ഞാൻ പറയാം. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. 15 സെക്കൻഡിൽ 15 സെക്കൻഡിൽ എത്ര വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെന്നാണ് ചോദ്യം. എടാ 15 സെക്കൻഡിലാണെങ്കിലേ ഈ സെക്കൻഡ് ഹാൻഡ് ഉണ്ടല്ലോ, അത് ഇവിടെ നിൽക്കുമ്പം അതിങ്ങനെ കറങ്ങി 15 സെക്കൻഡ് എത്തിയാൽ ഇവിടെ എത്തൂലേ? ശരിയല്ലേ? അത് ഇങ്ങോട്ട് കറങ്ങുന്ന ഡയറക്ഷൻ കൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയും ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V2 - V1 ചെയ്യണം. V1 V2 - V1 ചെയ്യണം. പക്ഷേ V1-ൻ്റെ V2-ൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം എന്താ? മാഗ്നിറ്റ്യൂഡ് സെയിം ആവാനുള്ള കാരണം എന്താ വെച്ചാൽ അത് ഒരേ സ്പീഡിലല്ലേ പോകുന്നത്. ക്ലോക്കിൻ്റെ സ്പീഡ് കൂടുമോ? അത് കോൺസ്റ്റൻറ്റ് സ്പീഡിലല്ലേ ഞാൻ കറങ്ങുക. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതായത് V = R⁻ V സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ V1-ൻ്റെയും V2-ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാറിയത് കൊണ്ടാണ് നമുക്ക് റിസൾട്ടിന് മാറുന്നത്. ക്ലിയർ? ഓക്കെ, ആദ്യം ആംഗുലാർ വെലോസിറ്റി പറയണം, എന്നാലല്ലേ V കാണാൻ പറ്റുള്ളൂ. ഒമേഗ ഈസ് 2π/t എന്ന് വെച്ചാൽ 2π / ടൈം പീരീഡ്. അതായത് സെക്കൻഡ് ഹാൻഡിന് എത്ര ടൈം വേണം തിരിച്ചവിടെ എത്താൻ. സെക്കൻഡ് ഹാൻഡ് 12 o'clock 12-ൽ നിൽക്കുകയാണ്. അത് തിരിച്ച് 12-ൽ തന്നെ എത്ര സെക്കൻഡ് വേണം? 60 സെക്കൻഡ്. സോ 2π/60 ശരിയല്ലേ? സോ ഇറ്റ് ബിക്കം π/30 റേഡിയൻ പെർ സെക്കൻഡ്. ക്ലിയർ? ഇപ്പം നമുക്ക് വേണ്ടത് V ആ. സോ വി നോ ദാറ്റ് V = R⁻. അതിൽ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ് കേട്ടോ. 1 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. സെൻറ്റിമീറ്ററിൽ വരും ആൻസർ, അത്രയേ ഉള്ളൂ. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ R⁻ വരും. സോ R⁻ ഈസ് 1 × ഒമേഗ. സോ 1 × π/30. സോ ആൻസർ ബിക്കം π/30 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് V കിട്ടി. ബട്ട് V1-ഉം V2-ൻ്റെയും സെയിം മാഗ്നിറ്റ്യൂഡാണ്. പക്ഷേ ചേഞ്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് എന്താ അറിയുമോ? V1 ഇങ്ങനെയും V1 ഇങ്ങനെയും V2 താഴോട്ടുക. കണ്ട? വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ V1 ആൻഡ് V2? ഇറ്റ് ഈസ് 90 degree. സോ വാട്ട് ഈസ് റിസൾട്ടൻ? സോ റിസൾട്ടൻ ഈസ് റൂട്ട് ഓഫ് സബ്ട്രാക്ഷൻ ആട്ടോ. V1² + V2². സോ ദിസ് ബിക്കം √2 times π/30² + π/30². So √2 × π/30. That much centimeter per second square. Centimeter per second. Okay, centimeter per second. അത് ചേഞ്ച് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. π/30 √2. Correct. π/30 √2. Option C is the correct answer. Clear? So 19 option C is the correct answer. Okay, then moving to question number 20. Figure shows 4 paths for a kicked football. Ignoring the effect of air on the flight, rank the path according to their initial horizontal velocity component. Highest പറഞ്ഞ horizontal component of velocity ഏതിനാ കൂടുതലാണ് വെച്ചിരിക്കുന്നത്? ഓക്കെ, എടാ ഹൊറിസോണ്ടൽ വെലോസിറ്റി കൂടുതൽ ഏതിനായിരിക്കും? അത് അതിൻ്റെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തിനെ? റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. എടാ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? റേഞ്ചിൻ്റെ ഇക്വേഷൻ U² sin 2θ/g, ഓർ ഐ ക്യാൻ സിംപ്ലി സേ നമുക്ക് sin 2θ ഒഴിവാക്ക്. നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇക്വേഷൻ എവിടെ നിന്നാണ് ഉണ്ടായത് നോക്ക്. സോ യെസ് യു നോ ദാറ്റ് ദിസ് ഈസ് U cos θ ഇൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ടൈം U cos θ 2 ഫാക്ടർ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ച് കൂടുമ്പോഴേ U cos θ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ റേഞ്ച് ഉള്ളതിന് കൂടുതൽ റേഞ്ച് ഉള്ളതിന് കൂടുതൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഉണ്ടാവും. ഇത് കൂടുതൽ റേഞ്ച് ഉള്ള ഇതിനാ 4 സോ 4 3 2 1 ഹയസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞത്. സോ ആൻസർ ഈസ് 4 3 2 1 4 3 2 1 4 3 2 1. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എടാ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. റേഞ്ചിൻ്റെ ഇക്വേഷൻ ഒന്ന് വായിച്ചേ. അല്ല, മാക്സിമൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? മാക്സിമൈറ്റ് ഈസ് U² sin² θ / 2g. എനിക്ക് ഈ ഫിഗറിൽ കണ്ട ഒരു കാര്യം മനസ്സിലാവും.
എല്ലാത്തിൻ്റെയും മാക്സിമമായിട്ട് സെയിം ആണ്. ശ്രദ്ധിച്ചു ഞങ്ങൾ. സോ മാക്സിമമായിട്ട് സെയിം ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് കോൺസ്റ്റൻറ്റ് യു ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. അതായത് യു കൂടുമ്പോൾ യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും കൂടുമല്ലോ. എടാ ഏതിനാണോ തീറ്റ കൂടുതൽ അതിന് യു കുറവായിരിക്കും. ഓക്കെ, തീറ്റ കൂടുതലുള്ളതിന് യു കുറവായിരിക്കും. തീറ്റ കൂടുതലുള്ളതിന് ഇതാണ് യു കുറവ്. അപ്പോൾ ഏറ്റവും കുറവ് യു 1-ന്, ദെൻ 2, ദെൻ 3, ദെൻ 4. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനാ 4, 3, 2, 1. സോ മാക്സിമം ഉള്ള ഏതിനാ 4. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. 4, 3, 2, 1. എങ്ങനെ നോക്കിയാൽ അത് ആൻസർ കിട്ടും. ക്ലിയർ? ഓക്കെ തന്നെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21. For a particle performing uniform circular motion, choose the incorrect statement from the following. The magnitude of particle velocity speed remains constant. Option B, particle velocity remains directed perpendicular to the radius velocity. Okay. Radius vector എന്നാക്കി നോക്കാം നമുക്ക്. C, direction of acceleration keep changing as particle moves. Okay. The magnitude of acceleration does not remain constant. Okay, ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ എല്ലാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ തെറ്റുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റാണെന്ന് അർത്ഥം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പാർട്ടിക്കിൾ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എന്തിൽ? യൂണിഫോം സർക്കുലർ മോഷൻ. കറക്റ്റാണ്. V ഈക്വൽ ടു ആർ ഒമേഗയിൽ ഒമേഗ ആറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വിയും കോൺസ്റ്റൻ്റാണ്. പക്ഷേ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ആ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അത് വെലോസിറ്റി അല്ല, ശരിക്കും വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്, പെർഫെക്റ്റ്. സ്പീഡ് കോൺസ്റ്റൻറ്റ്. പാർട്ടിക്കിൾ വെലോസിറ്റി റിമെയിൻസ് ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് വെക്ടർ. റേഡിയസ് വെലോസിറ്റി അല്ല, റേഡിയസ് വെക്ടർ. ഇവിടെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി റേഡിയസ് വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? റേഡിയസ് വെക്ടർ ഇതല്ലേ, ടാൻജൻറ്റ് ഇതാ വരിക. കണ്ടോ? റേഡിയസ് വെക്ടർ ഇതല്ലേ, ടാൻജൻറ്റ് ഇങ്ങനെ വരിക. റേഡിയസ് വെക്ടർ ഇതല്ലേ, ടാൻജൻറ്റ് ഇങ്ങനെ വരിക. റേഡിയസ് വെക്ടർ ഇതല്ലേ, ടാൻജൻറ്റ് ഇങ്ങനെ വരിക. സോ റേഡിയസ് വെക്ടർ ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ടാൻജൻറ്റ്, വിച്ച് മീൻസ് വെലോസിറ്റി വെക്ടറിനും ആക്സലേഷൻ വെക്ടറിനും എപ്പോഴും ആക്സലേഷൻ വെക്ടർ പറയണ്ട, കാരണം ആക്സലേഷൻ വെക്ടർ പ്രശ്നമുണ്ട്. ആക്സലേഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ റിസൾട്ടൻ ആക്സലേഷൻ ആയിരിക്കും. അപ്പോൾ ടാൻജൻഷ്യൽ മാത്രമേ പെർപെൻഡിക്കുലർ വരൂ. ടാൻജൻഷ്യൽ പെർപെൻഡിക്കുലറാണ്. സെൻട്രിപിറ്റൽ അത് സെയിം ഡയറക്ഷനിലാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ കീപ്സ് ചേഞ്ചിങ് പാർട്ടിക്കിൾ മൂവ്സ്. കറക്റ്റാണ്. ആക്സലേഷൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേ നിൽക്കും. ഈ ടാൻജൻഷ്യൽ ആയാലും സെൻട്രിപിറ്റൽ ആയാലും ഡയറക്ഷൻ മാറിക്കൊണ്ടേ നിൽക്കും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലേഷൻ ഡസ് നോട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലേഷൻ ഈസ് എ സി ഈസ് v²/r. ശരി, ആക്ച്വലി രണ്ട് ആക്സലേഷൻ ഉണ്ടാവും. പക്ഷെ അതിൽ സെൻട്രിപിറ്റൽ ആക്സലേഷൻ്റെ വാല്യൂ എന്താ? സെൻട്രിപിറ്റൽ ആക്സലേഷൻ്റെ വാല്യൂ 0 ആണ്. ശരിക്കും രണ്ട് ആക്സലേഷൻ ഉണ്ടാവും. അതിൽ സെൻട്രിപിറ്റൽ അല്ല, ടാൻജൻഷ്യൽ ആക്സലേഷൻ 0 ആണ്. കാരണം എന്താ? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ കോൺസ്റ്റൻ്റാണ്. ഒമേഗ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആൽഫ എന്താടാ? ആൽഫ 0 ആണ്. ആൽഫ 0 ആണെങ്കിൽ AT 0 ആവും. ദർ വിൽ ബി AC ഓൺലി. അപ്പോൾ അവർ സെൻട്രിപിറ്റൽ ആക്സലേഷനാണ് ചോദിച്ചത്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ്, പക്ഷേ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ സെൻട്രിപിറ്റൽ ആക്സലേഷനെ ഇത് ഈ പോയിന്റിൽ സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഇങ്ങടാ, ഈ പോയിന്റിൽ ഇങ്ങടാ. കണ്ടോ? സംഭവം ഡയറക്റ്റ് ടുവാർഡ് സെൻറ്റർ ആണെങ്കിലും ഇത് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. ക്ലിയർ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 22. A projectile is thrown from a point in a horizontal plane such that the horizontal and vertical velocities are 9.8 and 19.6 meter per second respectively. It will strike the plane after covering a distance of. Okay, range ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ ഇവിടെ യു കോസ് തീറ്റ യു സൈൻ തീറ്റയും തന്നിട്ടുണ്ടോ? യു കോസ് തീറ്റ എത്രയാണ്? യു കോസ് തീറ്റ 9.8, യു സൈൻ തീറ്റ 19.6. വെയിറ്റ്, യു കോസ് തീറ്റ 9.8, യു സൈൻ തീറ്റ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അല്ല 19, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ 19.6. എടാ റേഞ്ചിൻ്റെ ഇക്വേഷൻ പറ. റേഞ്ച് ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. എടാ സൈൻ 2 തീറ്റ പറയുമ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ എല്ലാം കിട്ടും കേട്ടോ. 2 ഇൻറ്റു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. യു രണ്ടെണ്ണത്തിന് കൊടുക്കുക, 2 അവിടെ നിൽക്കട്ടെ. യു രണ്ടെണ്ണത്തിന് കൊടുത്താൽ യു സൈൻ തീറ്റ ഇൻറ്റു യു കോസ് തീറ്റ ബൈ ജി. ശരിയല്ലേ? പറഞ്ഞോ. യു ഇൻറ്റു 2 ഇൻറ്റു യു സൈൻ തീറ്റ എത്രയാണ്? 19.6. യു കോസ് തീറ്റ എത്രയാണ്?
u cos theta 9.8 by 9.8 cancel. 19.6 into 2 12 92 3 39.2 39.2 option A is the correct answer. Clear? 22 option clear alle? Okay, then moving to question number 23. A projectile can have a same range from two angle of projection with the same initial speed. If h1 and h2 be the maximum height, then r equal to root h1 h2, r to root 2 h1 h2, r 2 root h1 h2, r 4 root h1 h2. ഓക്കെ, ഒരു പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് സെയിം ആണ്, രണ്ട് ആംഗിൾ ആണെങ്കിൽ ആ ആംഗിളിനെ നമ്മൾ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും. ഒരു ആംഗിൾ തീറ്റ ഒന്ന് 90 മൈനസ് തീറ്റ ആവണമെന്ന് അർത്ഥം. ഞാൻ റിലേഷൻ വെച്ചു. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, റിസൾട്ട് അറിയുന്നതുകൊണ്ട് നോക്കി പോകാനേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അപ്പം ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വെയിറ്റ് ഇതാ ഫസ്റ്റ് പ്രൊജക്ടൈൽ, രണ്ടാമത്തെ പ്രൊജക്ടൈൽ എറിഞ്ഞ സ്പീഡ് യു, ഇത് യു, ബട്ട് ഇത് തീറ്റ, പക്ഷേ ഇത് എത്രയാണ് 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് ആറാണെങ്കിൽ ഇതും എന്താ ആറാ. ഇത് ഞാൻ ചെയ്യുന്നില്ല, ഇത് നമ്മൾ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ്? ആറിൻ്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആ. സൈൻ 2 തീറ്റ രണ്ടിനും സെയിം, അത് രണ്ടിനും സൈൻ 2 തീറ്റ ചെയ്ത് നോക്ക്. ഇതിൻ്റെ സൈൻ 2 തീറ്റ എന്താ? സൈൻ 2 തീറ്റ തന്നെ. ഇതിൻ്റെ സൈൻ 2 തീറ്റ എന്താ? സൈൻ 2 ഇൻറ്റു തീറ്റ കൊടുക്കുക, 180 മൈനസ് 2 തീറ്റ. എടാ സൈൻ 180 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താ കിട്ടി? സൈൻ 2 തീറ്റ. അതിനർത്ഥം റേഞ്ച് എന്താ? സെയിം ആണെന്നർത്ഥം. ക്ലിയർ? ഓക്കെ, എനിവേ അത് വേണ്ട, നമുക്ക് റേഞ്ചാണെന്ന് അറിയാം. റേഞ്ച് സൈൻ 2 തീറ്റ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി കൊടുത്താൽ മതി. അവർ പറഞ്ഞതേ h1 h2 ആറും തമ്മിലുള്ള ബന്ധമാണ്. എനിവേ ആറിൻ്റെ ഇക്വേഷൻ രണ്ടിനും എന്താ വരിക? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇനി h1 h2 പറഞ്ഞോ. h1 എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ തീറ്റ ബൈ ജി, h2 എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ 90 മൈനസ് തീറ്റ ബൈ ജി. സൈൻ 90 മൈനസ് തീറ്റ എന്താ? കോസ് തീറ്റ അല്ലേ. അപ്പോൾ h2 ബിക്കം യു സ്ക്വയർ കോസ് തീറ്റ ബൈ ജി. ഇനി h1ഉം h2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, എന്നിട്ട് ആറിൻ്റെ ടൈമിൽ കൊണ്ടുവരണം. നിങ്ങൾ h1 h2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ വാട്ട് ഈസ് h1 ഇൻറ്റു h2? ഇറ്റ് ബിക്കം യു സ്ക്വയർ സൈൻ ഇതിൽ 2g ഉണ്ട്. യു സ്ക്വയർ വിട്ടുപോയി, സ്ക്വയറും ഉണ്ട് 2 ഉണ്ട്. യു സ്ക്വയർ 2g. ഓക്കെ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഓക്കെ ഫൈൻ. അപ്പോൾ എന്ത് വരും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 2g. ശരിയല്ലേ? ഇതിൽ നിന്ന് ഞാൻ കോമൺ പുറത്തെടുക്കാൻ പോട്ടോ. ഹോൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ താഴെ 2 ഉണ്ട്, മുകളിൽ യു സ്ക്വയർ. ഓക്കെ, ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഒരു യു സ്ക്വയറിനെ ഞാൻ എഴുതി യു സ്ക്വയർ യു റേസ് ടു 4. ഒരു യു സ്ക്വയറിനെ ഞാൻ എടുത്ത് യു റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കൂടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? യു സൈൻ തീറ്റ കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. പറ്റുമോ? പറ്റും, പക്ഷേ അതിനെ കൊണ്ട് കാര്യമില്ല. കാരണം എന്താ? യു സൈൻ തീറ്റ കോസ് തീറ്റ ദി ഹോൾ സ്ക്വയറിൽ യു സ്ക്വയർ ആവില്ലുള്ളൂ. ഓക്കെ, അപ്പോൾ യു സ്ക്വയർ ഇട്. യു സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഇപ്പം റെഡി. ബൈ 2g പറ്റുമോ? ഒന്ന് മുകളിലത്തെ ബ്രാക്കറ്റിലുള്ള ടൈം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ എന്താ കിട്ടുക? യു റേസ് ടു 4 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ, കറക്റ്റ്. ഒരു കാര്യം ചെയ്യും, ഇത് താഴത്ത് 2g അല്ല, താഴത്ത് 2g ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ബൈ 2g എന്നിടാം അല്ലേ? 2g ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതും ഞാനൊന്ന് ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കിയേ, എൻ്റെ ആൻസറിലേക്ക് ഞാൻ എത്തി. നോക്കിയോ, h1 h2 ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഇതിനെങ്കിൽ ഞാൻ മുകളിൽ 2 സ്ക്വയർ കൊണ്ടും താഴെ 2 സ്ക്വയർ കൊണ്ടും ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത്, മുകളിൽ 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 വരും, താഴെ 4 ഉണ്ടാവും കേട്ടോ. അപ്പോൾ മുകളിൽ 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ റൂട്ടിനുള്ളിൽ 2 സ്ക്വയർ കയറി. അപ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റയും കൂടി കയറി, ദി ഹോൾ സ്ക്വയർ ആയി. ഒരു 2 സ്ക്വയർ താഴെ ഉണ്ട് കേട്ടോ. ആ 2 സ്ക്വയറും ഈ 2 സ്ക്വയറും കൂടി 4 × 4 16 ആവും. 16g സ്ക്വയർ. ആ 16 പുറത്ത് നിൽക്കട്ടെ. എന്നിട്ട് 16 പുറത്ത് നിൽക്കട്ടെ. എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇടാം. ഓക്കെ, ബൈ ജി ദി ഹോൾ സ്ക്വയർ. 16 പുറത്ത് കട്ടെ. ഓക്കെ അല്ലേ? ഇതെന്താ ടേം? ഇതേതാ ടേം പറയും നിങ്ങൾ? അത് റേഞ്ച് അല്ലേ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി അല്ലേ നോക്ക്. അപ്പോൾ h1 h2 എന്താ കിട്ടിയെങ്കിൽ
h1 h2 ഈക്വൽ ടു 1/16 ഇൻറ്റു റേഞ്ചിൻ്റെ സ്ക്വയർ ശരിയല്ലേ? നോക്ക് യു സ്ക്വയർ സൈൻ ദിസ് ഇസ് സൈൻ 2 തീറ്റ ശരിയല്ലേ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. സോ ദിസ് ബിക്കം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 h1 h2 റൂട്ട് എടുക്കുക. സോ ആർ ബിക്കം 4 റൂട്ട് h1 h2. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഓപ്ഷൻ ഡി, ആർ ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ട് h1 h2. ക്ലിയർ? So question number 24. Question number 24. Okay. Two stones are projected so as to reach the same distance from the point of projection on a horizontal surface. The maximum height reached by one exceeds the other by an amount equal to the half the sum of the height attained by them. The angle of projection of the stone which attains smaller height is. ഓപ്ഷൻ എ 45, ബി 60, ഓപ്ഷൻ സി 30, ഡി tan inverse of 3/4. നോക്കാം. രണ്ട് സ്റ്റോൺ ഉണ്ട് കേട്ടോ, രണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് സോ ആസ് ടു റീച്ച് ദ സെയിം ഡിസ്റ്റൻസ്. ഓക്കെ, പ്രൊജക്റ്റഡ് സോ ആസ് ടു റീച്ച് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, റേഞ്ച് രണ്ടിനും സെയിം അല്ലേ? 2 stones are projected so as to reach the same distance from the point of projection on a horizontal surface. Okay. The maximum height attained by one exceeds the other by an amount equal to half the sum of the height attained by them. Okay. അവിടെ രണ്ട് പ്രൊജക്റ്റൈൽ ഇനീഷ്യൽ വെലോസിറ്റി സെയിം, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദ സ്റ്റോൺ വിച്ച് ഇസ് അറ്റൈൻ സ്മോളർ ഹൈറ്റ്. രണ്ടും എറിഞ്ഞ സ്പീഡ് സെയിം ആക്കി എടുക്കാം കേട്ടോ. രണ്ടും എറിഞ്ഞ സ്പീഡ് സെയിം ആണെങ്കിൽ രണ്ടും ഒരേ ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ആംഗിൾ തീറ്റയും മറ്റേ ആംഗിൾ 90 - തീറ്റ ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പം ഒരു കാര്യം ചെയ്യാം, ചെറിയ ആംഗിൾ തീറ്റ എടുക്കാം. ലെറ്റ് അസ് അസ്യൂം തീറ്റ സ്മോൾ ആംഗിൾ. തീറ്റ സ്മോൾ ആണെങ്കിൽ 90 - തീറ്റ ലാർജ് എടുത്തു. അത് തിരിച്ചും വരാം കേട്ടോ, ഇത് ലാർജ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും റേഞ്ച് സെയിം. റേഞ്ച് സെയിം ആയിരിക്കില്ല, ഉറപ്പല്ലേ? അവർ പറയുന്നതെന്ന് വെച്ചാൽ ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ വൺ എക്സീഡ്സ് ദ അതർ. ഓക്കെ, ഒരു കാര്യം ഉറപ്പിച്ചോ, h1 by h2 that will be equal to sin square theta by cos square theta, that is tan square theta. അയ്യാ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ കിട്ടി. എടാ അത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ എഴുതിയതല്ലേ. h1 എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g, h2 എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ 90, അപ്പോൾ കോസ് ആവില്ല അത്. അപ്പോൾ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 2g ഡിവൈഡ് ചെയ്താൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ. ശരിയല്ലേ? അപ്പോൾ h1 by h2 വാല്യൂ ടാൻ സ്ക്വയർ തീറ്റ ആണ്. ശരി, ഓക്കെ. ഇതിൽ അവർ പറയുന്നത് the maximum height attained by one exceeds the other by amount equal to. ഓക്കെ, അപ്പോൾ ഒന്നൊന്നിനേക്കാൾ, അതിപ്പോൾ തീറ്റ സ്മോളറിനേന് ഹൈറ്റ് കൂടുതലുള്ളതിന് ഹൈറ്റ് കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, അത് പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ടിൻ്റെയും മാക്സിമം ആയിട്ട് തമ്മിലുള്ള ബന്ധം, രണ്ടിൻ്റെയും ചെറുതുണ്ടല്ലോ, മാക്സിമം ആയിട്ട് അറ്റൈൻഡ് ബൈ വൺ ഇറ്റ് എക്സീഡ്സ് ദ അതർ ബൈ എൻ എമൗണ്ട്. അത് എത്ര എമൗണ്ട് ആണെന്ന് പറയുന്നുണ്ട്, ഈക്വൽ ടു ദി ഹാഫ് ദി സം ഓഫ് ദ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദം. ഓക്കെ ഓക്കെ, അതായത് h1 - h2 ഈക്വൽ ടു ഹാഫ് ഓഫ് ദി h1 + h2. ഇതാണ് സംഭവം. ക്ലിയർ? സ്മോളർ വൺ. ഓക്കെ, അതിൽ h1 + h2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് h1 h2 നമുക്ക് എന്താ കണ്ടത്? ആംഗിൾ ഓഫ് പ്രൊജക്ഷനാണ് കണ്ടത് കേട്ടോ. h1 - h2. h1 ഓക്കെ, h1ന് 10, അപ്പോൾ 1 - tan square തീറ്റ വരില്ലേ. h1ന് h2 - h1 + h2. ഓക്കെ, അതിൽ ആംഗിൾ സ്മോൾ എടുത്തിരിക്കുന്ന ഏതാ? നമ്മൾ തീറ്റ അല്ലേ? the angle of projection of the stone which is attained smaller height എത്തുന്ന ആംഗിൾ സ്മോളർ ഹൈറ്റിലെത്തുന്നത് നമ്മൾ 1 ആണെന്ന് വിചാരിച്ചല്ലേ. അപ്പം പിന്നെ 1 ആണെങ്കിൽ ഇത് h2 - h1 ആണ് വരിക. അതെ, ഇത് 1 ആകുമ്പോൾ ഇത് h2 - h1 ആണ് വരിക. ഓക്കെ, സ്മോളർ ഹൈറ്റിന് സൈന് ടാൻ തീറ്റ, അപ്പോൾ ഹൈറ്റ് കൂടുതൽ, അപ്പോൾ ഇത് h2 by h1 ആണ് വരേണ്ടത്. ശരിയല്ലേ? അതായത് ടാൻ സ്ക്വയർ തീറ്റ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ h2 - h1 h2 - h2 ടാൻ സ്ക്വയർ തീറ്റ
ടാൻ സ്ക്വയർ തീറ്റ. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക നിങ്ങൾ പറഞ്ഞേ. ഇത് H2 മൈനസ് H1 ഈക്വൽ ടു H1/2 പ്ലസ് H2/2. ഇതിപ്പുറം വന്നാലേ H2 മൈനസ് H2/2. അപ്പോൾ H2/2 വരും. 1 മൈനസ് 1/2. 1 പ്ലസ് 1/2 3/2. 3H1/2 വരും. ശരിയല്ലേ? സോ 2 കട്ട് ചെയ്താൽ H2 is equal to 3H1 വരും. H2 is equal to 3H1. ശരിയല്ലേ? H2 is equal to 3H1. ഇത് H1/2 തന്നെയല്ലേ? ഓക്കെ. H2 is equal to 3H1. H2 3H1 കൊടുത്താൽ ഇവിടെ ഇതെടുത്തിട്ട് ഇതിൽ പുട്ട് ചെയ്താൽ കേട്ടോ. H2 3H1 കൊടുത്താൽ ഇത് 1/3 വരും. 1/3 is equal to tan സ്ക്വയർ തീറ്റ. അപ്പോൾ tan തീറ്റ എന്ത് വരും? tan തീറ്റ 1/√3. tan തീറ്റ 1/√3 ആണെങ്കിൽ ആംഗിൾ എത്ര? 30 ഡിഗ്രി. കറക്റ്റ് അല്ലേ? ക്ലിയർ? സോ വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ സി 24. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 25. Question number 25. Consider a system of masses m1 and m2, where m1 is greater than m2, connected by a massless string in figure A. The system is pulled by a force F from the side by a mass m1, side of mass m1 and figure B. Okay. The system is pulled by. Okay, രണ്ട് figure വന്നിട്ടുണ്ട്. Okay, options എന്തൊക്കെയാ? The acceleration in the two cases are same, and tension in the string connecting m1 and m2 are same. ഓക്കെ, അവർ ടെൻഷനും ആക്സിലറേഷനാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം ആണ്. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. അതായത് ഫസ്റ്റ് ഫിഗർ അല്ലേ, m2 m1 അല്ലേ, m2 m1. ഓക്കെ, എയിൽ m2 m1, ഇത് m2, ഇത് m1. ഓക്കെ, ഇത് m2, ഇത് m1, ഇത് f1. ശരിയല്ലേ? എഫ്. ഓക്കെ, m2 m1 f. ഇവിടെ തിരിച്ച് ഇത് m2, ഇത് m1, ഇത് എഫ്. ശരിയല്ലേ? ഇത് ഞാൻ അതിൻ്റെ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ നേരിട്ട് പറയാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എപ്പോഴും F1/F1 എന്ന് പറയണ്ട, എഫ് എന്ന് ഇട്ടാൽ മതി. രണ്ടിനും എഫാണ്. F/m1 പ്ലസ് m2 ആയിരിക്കും. അപ്പോൾ ദിസ് വിൽ ബി സെയിം ഫോർ ബോത്ത്. രണ്ടിനും സെയിം ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ സെയിം ആണ്, പക്ഷേ ടെൻഷൻ വേറെ വേറെ ഉണ്ടാവുക. ടെൻഷൻ T1, ദിസ് ഇസ് ടെൻഷൻ T2. എടാ T1 എന്താ വരിക അറിയോ? T1 വിൽ ബി m2 ഇൻറ്റു A/m1 പ്ലസ് m2 വരും. And tension T2 become m1 into A/m1 plus m2. Clear? അത് രണ്ടും വേറെ വേറെ. അതിനർത്ഥം എന്താ അറിയോ? ടെൻഷൻ ഈസ് ഡിഫറെൻറ്റ് ബട്ട് ആക്സിലറേഷൻ ഈസ് സെയിം. ക്ലിയർ? സോ വിച്ച് ഓപ്ഷൻ? ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് ബോത്ത് കേസ് ആർ സെയിം ബട്ട് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എ ഈസ് ലെസ് ദാൻ ബി. അത് ഏതാ വലുത് ചെറുതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അറിയണമെങ്കിൽ m1 m2 നോക്കിയാൽ മതി. ബിക്ക് കൂടുതലും സെക്കൻഡ് കേസ് കൂടുതൽ, ഫസ്റ്റ് കേസ് കുറവായിരിക്കും. അതിൻ്റെ ആൻസർ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എ ഈസ് ലെസ് ദാൻ ബി. എന്താ കാരണം വെച്ചാൽ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫിഗർ കണ്ടെങ്കിൽ ആ ഫിഗറിലേ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ മാസം എടുക്കുക. ഇവിടുത്തെ ടെൻഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഈ മാസം എടുക്കുക. അപ്പോൾ മാസ് കൂടുതലുള്ള ഇതിനാ ഈ കേസിലാണ്. അപ്പോൾ ഇവിടെ ടെൻഷൻ കൂടുതലും. ഇവിടെ T1 ഇത് TA ഇത് TB എഴുതി കഴിഞ്ഞാൽ TA ഈസ് ലെസ് ദാൻ TB, കുറവായിരിക്കും. സോ അതല്ലേ നോക്കുക ആൻസർ. TA ഈസ് ലെസ് ദാൻ TB. The acceleration system both cases are same but the tension in the string A is less than B. Clear? Option D is the correct answer. Okay alle? Okay, fine. Question number 26. Okay. A block B pushed momentarily along a horizontal surface with initial velocity V. If mu is the coefficient of sliding friction between B and the surface, block B will comes to rest after time. Okay. B തന്നിട്ടുണ്ട്. ഇത് ബി ആട്ടോ. ബി ഇനീഷ്യലി പോകുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ബി തന്നിട്ടുണ്ടോ? ആൻസർ എന്തില്ല. മാസ് എം തന്നിട്ടില്ല. കുഴപ്പമില്ല, നിങ്ങൾ മാസ് എം ആക്കി എടുത്തോ. മാസ് എം ആണ് എനിക്ക്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇത് മൊമെൻ്ററിലി ഇത് ഇനീഷ്യൽ ആട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്തായി? 0 ആയി. ഇത് റിട്ടാർഡ് ചെയ്യാൻ കാരണം ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ മാസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ mu mg by m become mu into g. അപ്പോൾ ആക്സിലറേഷൻ mu into g വരടാ. ആക്സിലറേഷൻ ഈസ് മൈനസ് വരിക കേട്ടോ, mu into g. പക്ഷേ റിട്ടാർഡേഷൻ ആണെന്ന് എനിക്കറിയാം. സോ ഐ ക്യാൻ റൈറ്റ് v equal to u minus at. So t equal to final velocity 0, it become u by a. So t become u is how much? v. A is how much? Mu into g. So answer is v by mu g. Clear? v by mu g. Option A is the correct answer. 26.
Clear? Okay, then moving to question number 27. On the floor of an elevator, a block of mass 50 kilogram is placed, on which another block of mass 20 kilogram is also placed. Okay, the elevator is moving up with a constant acceleration 1.5 meter per second square. Force exerted by the 20 kilogram block on 50 kilogram block is nearly. Okay, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ബ്ലോക്ക് ഉള്ളത്. ഇത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ആൻ ആക്സലറേഷൻ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇത് 50 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 50 കിലോഗ്രാം ആണ്. ഇതിൻ്റെ മുകളിൽ എത്രയുള്ളത്? 20 കിലോഗ്രാം. അപ്പോൾ ചോദിച്ചത് ഇതിൻ്റെ നോർമൽ റിയാക്ഷനാണ്. ഇവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 20ൻ്റെത് mg മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് മോളോട്ടേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ m×g+a ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ? സ്യൂഡോ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൂടി ഉണ്ടാവും m×g+a. സോ m എത്രയാണ്? 20. g എന്ന് പറയുമ്പോൾ 10 എടുത്തോ. 10 പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? 1.5. സോ ഇറ്റ് ബിക്കം 11.5. 11.5 ഇൻറ്റു 20 എന്ന് വെച്ചാൽ 115 ഇൻറ്റു 2. ഇവിടെ 100 ഇൻറ്റു 200. 250 ഇൻറ്റു 230. So answer is 230 Newton. So answer is 230 Newton. Option B is the correct answer. Clear? Okay, then moving to question number 28. In figure, a sphere of mass 2 kilogram is suspended from the ceiling of a car which is initially at rest. A tension in the string is in this situation is T1. The car is now moves to the right with a uniform acceleration and the tension in the string is now T2. Then G. Okay, then G 10 എടുത്തോളം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓക്കെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. എടാ T1 അനങ്ങാതിരിക്കുമ്പോഴല്ലേ അത് എന്തായാലും mg ഇരിക്കും. m2 G 10 എടുത്താൽ ഇത് 20 ഉണ്ടാവും. അപ്പോൾ T1 ഉറപ്പിച്ച 20 T1 20 കണ്ടോ? T1 is 20. പ്രശ്നം എന്താ പറയുമോ? ഇത് കാറ് റൈറ്റിലേക്ക് പോവുക, ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്യൂഡോ ഫോഴ്സ് വരും. അപ്പോൾ ഇതിനങ്ങോട്ട് വലിക്കും. ഇത് ശരിയല്ലേ? ഇതിനങ്ങോട്ട് വലിക്കുമ്പോഴേ സ്യൂഡോ ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുമ്പോഴേ ഇതിന് രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റാണ് വരിക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൻ്റെ സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം എ ഉണ്ടാവും, താഴോട്ടേക്ക് mg ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റാണ് വരിക. അപ്പോൾ ഇത് കൂടുക ചെയ്യുക. ശരിയല്ലേ? സോ T2 will be increased. So answer T1 is 20 and T2 is greater than 20. ശരിയല്ലേ? 20ക്ക് മുകളിലായിരിക്കും. സോ ഓപ്ഷൻ B will be the correct answer. ഐഡിയ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ then മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 29. Okay. Question number 29. A balloon of gross weight W Newton descends with an acceleration of f meter per second square. The weight that must be thrown out in order to give the balloon an equal upward acceleration will be option A Wf by G, B 2Wf by G, C 2Wf by G plus F, option D W into G plus F by F. അതായത് ഒരു ബലൂൺ ഉണ്ടടാ. ആ ബലൂണിൻ്റെ വെയിറ്റ് W ആണെന്ന് വിചാരിക്കും. W എന്ന് വന്നിട്ടുണ്ട് ഇതാ. അത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ആ ബലൂണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക വിത്ത് ആൻ ആക്സിലറേഷൻ എഫ്. അപ്പോഴേ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വെയിറ്റ് താഴോട്ട് എറിയണം. ഇതിൻ്റെ വെയിറ്റിന് താഴോട്ട് എറിയണം. പക്ഷേ എന്ത് ചെയ്യണം? ഇതിപ്പോൾ പോകുന്ന ആക്സിലറേഷൻ എന്താണോ അതേ ആക്സിലറേഷൻ എന്ത് ചെയ്യണം? അത് മുകളിലോട്ട് പോകണം. എന്ന് വെച്ചാൽ സെക്കൻഡ് കേസിൽ ഇത് മുകളിലോട്ടാണ് പോകുന്നത് ആക്സിലറേഷൻ എ. സോ ആക്സിലറേഷൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? എഫ് തന്നെ ആയിരിക്കണം. ക്ലിയർ? ആൻഡ് നൗ ഇതിൻ്റെ അന്നൊരു വെയിറ്റ് W ത്രോ ചെയ്ത് ആ വെയിറ്റ് W ത്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ W നിന്ന് സ്മോൾ W കുറയ്ക്കണം. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയാൽ എടാ ഇത് താഴോട്ട് പോകുമ്പം ഫ്രീ ഫാൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് ഫാൾ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഗ്രാവിറ്റി എല്ലാം എടുത്ത് എഫ് എടുത്ത് ഫ്രീ ഫാൾ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി ഉണ്ടാവുള്ളൂ. അതിനർത്ഥം താഴോട്ട് വരുമ്പോൾ മോട്ടേക്ക് എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. അതിനർത്ഥം എന്താ അറിയുമോ? മോട്ടൊരു അപ്ത്രസ്റ്റ് ഉണ്ട്. എന്നിട്ട് ബോയിൻസി ഉണ്ടാവും. നിങ്ങൾ അപ്ത്രസ്റ്റാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? താഴോട്ട് വരുമ്പോൾ ഫോഴ്സ് കൂടുതൽ W. സോ വെയിറ്റ് മൈനസ് അപ്ത്രസ്റ്റ് അപ്ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ഈക്വൽ ടു MA. MA എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറയുമ്പോൾ W by G. ഇതാണ് ഇതിൻ്റെ വെയിറ്റ് മാസ് ഇൻറ്റു ഇതിൻ്റെ ആക്സിലറേഷൻ എഫ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. വെൻ ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ്. ഇത് മുകളിലോട്ട് പോകുമ്പോഴുള്ള ഇക്വേഷൻ ആട്ടോ. സോറി, മുകളിലോട്ടല്ല, താഴോട്ട്. വെൻ ഇറ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്. ഫസ്റ്റ് കേസിൽ ഡൗൺവേർഡ് അല്ലേ? വെൻ ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ് ഇക്വേഷൻ ബിക്കം അത് മുകളിലോട്ടേക്ക് എഫ് കൂടുതലായിരിക്കും. സോ ഇറ്റ് ബിക്കം
എഫ് അപ് ത്രസ്റ്റ് മൈനസ് ഡബ്ല്യു മാറി, ഇപ്പോൾ ഡബ്ല്യു ഇല്ല, ഡബ്ല്യു വെയിറ്റ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഈക്വൽ ടു മാസ് ഇപ്പോൾ മാറി, ഇപ്പോൾ മാസ് ഡബ്ല്യു വെയിറ്റ് ഡബ്ല്യു മൈനസ് സ്മോൾ ഡബ്ല്യു ബൈ ജി ഇൻ ടു എഫ്. ആക്സലേഷൻ ഞാൻ മാറ്റിയില്ല, സെയിം ആക്സലേഷൻ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആക്സലേഷൻ വിൽ ബി അപ്വേർഡ് ഈക്വൽ ടു ദ അപ്വേർഡ് ആക്സലറേഷൻ. കണ്ടോ? സോ ദിസ് ഈസ് മൂവിങ് ഡൗൺ, സോറി അപ്പ്. കണ്ടോ? ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം? എന്താ കാണാൻ ചോദിച്ചിരിക്കുന്നത്? വെയിറ്റ് ഡബ്ല്യു കാണണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്താൽ ഇത് രണ്ടും പോവും, ബോയൻസി പോവും രണ്ടും. ബാക്കി ഡബ്ല്യു അതന്നെ ഇവിടെ തന്നെ കിട്ടിയ ആൻസർ. ഡബ്ല്യു മൈനസ് ഡബ്ല്യു പോയി, മൈനസ് മൈനസ് ഡബ്ല്യു ആയി. ഡബ്ല്യു ഈക്വൽ ടു ഇപ്പുറത്ത് എന്താ ഉണ്ടാവുക? ഡബ്ല്യു ബൈ ജി ഇൻറ്റു എഫ് പ്ലസ് ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു സ്മോൾ എഫ്, ശരിയല്ലേ? ഇതിൽ നിന്ന് കോമൺ എഫ് ഉണ്ടാവും, കോമൺ എഫ് ബൈ ജി ഉണ്ടാവും, അത് പുറത്തെടുത്ത്. ബാക്കി ഡബ്ല്യു ഉണ്ട്, ഡബ്ല്യു ഇല്ലേ നമുക്ക്? ഡബ്ല്യു അത് ഏത് ഡബ്ല്യു? ആ ക്യാപിറ്റൽ ഡബ്ല്യു ആട്ടോ, അത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്, ക്യാപിറ്റൽ ഡബ്ല്യു. പിന്നെ പ്ലസ് ഒരു ക്യാപിറ്റൽ ഡബ്ല്യുവും കൂടി ഉണ്ട് ബാക്കി, ശരി? മൈനസ് ഒരു ഡബ്ല്യു ഉണ്ട്, ഇതാണ് സ്മോൾ ഡബ്ല്യു, ശരിയല്ലേ? ഓക്കെ ഓക്കെ, ഇനി അറേഞ്ച് ചെയ്താൽ മതി. ഇത് അറേഞ്ച് ചെയ്ത ആൻസറാണ്. ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സ്മോൾ ഡബ്ല്യു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്മോൾ ഡബ്ല്യു ഉണ്ടാവും കേട്ടോ, സ്മോൾ ഡബ്ല്യു ബാക്കിയുള്ളൂ. സ്മോൾ ഡബ്ല്യു ഈക്വൽ ടു എഫ് ബൈ അതും കൂടി ചെയ്യോ, ജി ബൈ എഫ് എന്നിട്ടോ അവിടെ, ജി ബൈ എഫ് ക്യാപിറ്റൽ ഡബ്ല്യു 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 2W ആവും, ശരിയല്ലേ? 2 ഇൻറ്റു ക്യാപിറ്റൽ ഡബ്ല്യു മൈനസ് സ്മോൾ ഡബ്ല്യു, ഇതപ്പുറം പോയാൽ ജി ബൈ എഫ് പ്ലസ് 1 ഇൻറ്റു സ്മോൾ ഡബ്ല്യു ഈക്വൽ ടു 2 ക്യാപിറ്റൽ ഡബ്ല്യു. ഇത് ചെയ്താൽ എന്താ കിട്ടുക? സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 2W, എഫ് മുകളിൽ പോകും, ബൈ എഫ് പ്ലസ് ജി. സോ ദിസ് ഇസ് ആൻസർ. ഇത് ക്യാപിറ്റൽ ഡബ്ല്യു ആട്ടോ, ദിസ് ഇസ് ക്യാപിറ്റൽ ഡബ്ല്യു, 2WF ബൈ എഫ് പ്ലസ് ജി, 2WF by F plus C. 29 option C is the correct answer. Clear? Okay, then moving to the last question, question number 30. Okay, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എ മെഷീൻ ഗൺ ഫയേഴ്സ് എ ബുള്ളറ്റ് ഓഫ് മാസ് 40 gram with a speed of 1200 meter per second. The man holding it can exert a maximum force of 144 Newton on the gun. How many bullets can fire per second at the most? Option A 1, option B 4, option C 2, option D 3. ഒന്നുമില്ല. നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ചേഞ്ച് ടൈം. ക്ലിയർ? ഇതിൽ നിന്ന് ടൈം ഇത് നോക്ക്, എഫ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് എൻ ഇൻറ്റു ചേഞ്ച് ഇൻ മൊമെൻറ്റം എം ഇൻറ്റു വി ബൈ ടൈം ടി. ഇൻ 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, നോക്ക്. ഫയർഡ് ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ പെർ സെക്കൻഡ്, കണ്ടോ? അപ്പോൾ ടൈം 1 സെക്കൻഡാണ്. ഇതിൽ നിന്ന് എൻ ആണ് നമ്പർ ഓഫ് ബുള്ളറ്റ്സ്, എം ഇൻറ്റു വി ചേഞ്ച് ഇൻ മൊമെൻറ്റം. അത് പുറത്തേക്ക് എടുത്താൽ വാട്ട് ഈസ് എൻ ടിക്ക് 1 കൊടുക്കും കേട്ടോ, എഫ് ബൈ എം വി. വാട്ട് ഈസ് എഫ്? എഫ് എത്രയാണ്? 144. സോ ഇറ്റ് ബിക്കം 144 ബൈ എം ഇൻറ്റു വി. സോ വാട്ട് ഈസ് മാസ്? മാസ് ഈസ് 40 gram. 40 gram means 0.04 into velocity. So what is velocity? 1200. 00 ഇത് കൂടി കട്ടാവും. 00യും 0.04ഉം കട്ട് ചെയ്ത് എത്രയുടെ കിട്ടുക? 4 into 12 48. 144 by 48, ശരിയല്ലേ? സോ 3 കൊണ്ട് കട്ട് ചെയ്തുള്ള നമുക്ക് ആൻസർ ഈസ് 3. കറക്റ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ്